യേശുവേ സ്തുതി 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 മഹത്വം ആരാധന 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 യേശുവേ സ്തുതി ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 അഭിഷേകത്താൽ നിറയട്ടെ നിറയട്ടെ. എല്ലാ ചങ്ങലകൾ അഴിയപ്പെടാൻ സ്തുതിക്കട്ടെ, എല്ലാ ബന്ധനങ്ങൾ അഴിയപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ 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 അഴിയട്ടെ. അസ്വസ്ഥതകളുടെ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ശക്തിയാല് വിശുദ്ധീകരിക്കപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി സ്തുതി 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 മഹത്വം 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്വസ്ത്രം 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 ഹല്ലേലൂയ സ്വസ്ത്രം ഹല്ലേലൂയ. യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി. യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി. യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി. യേശുവേ സ്വസ്ത്രം യേശുവേ ആരാധന. യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി. യേശുവേ സ്വസ്ത്രം യേശുവേ ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതി സ്തുതി മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 സ്തുതി സ്തുതി സ്തുതി. ആമേൻ 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 ആമേൻ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഉയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 7 മുതൽ 18 വരെയുള്ള 16, 17, 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ വായിച്ചേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 18 വരെ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഹല്ലേലൂയ. ഈ നിധി മൺപാത്രത്തിൽ നമുക്ക് ലഭിച്ച നിധിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വചനമാണിത്. മൺപാത്രത്തിൽ ലഭിച്ചിരിക്കുന്ന നിധി ഏതെങ്കിലും കട്ടി കൂടിയ മെറ്റലിനകത്തല്ല കർത്താവ് ഇത് നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്നിരിക്കുന്നത്. ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള അവസ്ഥകളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാപത്തിൻ്റെ വലയത്തിനകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തേക്കും ദൈവത്തിൻ്റെ കരുണയും ശക്തിയും അനുകമ്പയും കടന്നു വന്നപ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, അത് നിധി എന്ന് സ്വർഗം അതിനെ വിളിച്ചു. പക്ഷേ ആ വലയം അപ്പോഴും മൺപാത്രമായതുകൊണ്ട് ഈ നിധിയെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഉദ്യമമാണ്. ഈ നിധിയെ സൂക്ഷിക്കാൻ മനുഷ്യനെടുക്കുന്ന ഓരോ എഫേർട്ടും കർത്താവിൻ്റെ മുൻപിൽ സ്വീകാര്യമാണ്. അതായത് ദൈവത്തെ അറിഞ്ഞ വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ എപ്രകാരം രൂപപ്പെട്ടുവോ ആ രൂപപ്പെട്ടവൻ താൻ രൂപപ്പെട്ടു, എന്നിൽ അവൻ രൂപപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു മാർക്ക്, എന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരുന്നതാണ് അവൻ എൻ്റെ മേൽ ചൊരിഞ്ഞ അവൻ്റെ കൃപ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അവൻ എൻ്റെ മേൽ ചൊരിഞ്ഞ അവൻ്റെ കൃപയ്ക്ക് കാരണം അവൻ എന്നെ സ്പർശിച്ചുവെന്നോ അവൻ എന്നിൽ ആയിത്തീർന്നെന്നോ അവൻ്റെ അനുഭവത്തിൽ ഞാൻ ഉൾച്ചേർന്നുവെന്നോ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാം.
പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും: നിധി ലഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച ഓരോ വ്യക്തിക്കും ഈ നിധി നൽകപ്പെട്ടു കഴിഞ്ഞു. ഓരോ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതെവിടെ ആയിക്കൊള്ളട്ടെ, സഭയ്ക്ക് കീഴിലുള്ള ഏത് ധ്യാന കേന്ദ്രത്തിലും നിങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ പകർപ്പ് സ്വീകരിച്ചുകൊണ്ടേ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റുള്ളൂ വീട്ടിലോട്ട്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഏത് ധ്യാനമാണെങ്കിലും സഭയ്ക്ക് കീഴിലുള്ള ധ്യാന കേന്ദ്രങ്ങളിലോ കൺവെൻഷൻ സെൻ്ററുകളിലോ നടക്കുന്ന ശുശ്രൂഷകളിൽ നിന്ന് നിങ്ങൾ പങ്കെടുക്കുന്ന ധ്യാനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പകർപ്പ് നിങ്ങൾ സ്വീകരിക്കാതെ ആരും, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആത്മാവത് സ്വീകരിച്ചാണ് നിങ്ങൾ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഈ പറയുന്ന നിധി നിങ്ങളാകുന്ന മൺപാത്രത്തിനകത്ത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ മൺപാത്രം ഉടയാതെ നിധിയെ സംരക്ഷിക്കുന്ന വലിയൊരു കരുതലിൻ്റെ, വലുതൊരു സംരക്ഷണത്തിൻ്റെ, പാപത്തെ വെറുത്തുള്ള ജീവിതത്തിൻ്റെ ആ ഒരു അഭിഷേകത്തിൻ്റെ തലം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവനും സ്വീകരിച്ചവളുമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുതലാണ്. ഞാൻ അറിയില്ല, എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊരു എക്സ്ക്യൂസ് പറയുന്ന ടൈം കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനെ അറിയുന്നതിന് മുൻപ് വരെ നിനക്ക് പറയാം, എനിക്കറിയില്ലായിരുന്നു, എൻ്റെ കർത്താവ് ഇങ്ങനെയാണ്, ഈ കൽപ്പന, കർത്താവിൽ നിന്നുള്ള ഈ കൽപ്പന, ഈ ഒരു പ്രമാണം എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് എക്സ്ക്യൂസ് പറയാമെങ്കിൽ ദൈവത്തെ അറിഞ്ഞ വ്യക്തിക്ക് എക്സ്ക്യൂസസ് ഇല്ല. സഹനമാണ് ദൈവം കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്നത്. ദൈവം കൊടുത്തിരിക്കുന്ന സഹനങ്ങളിൽ നമ്മൾ എക്സ്ക്യൂസസ് ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ കർത്താവ് അത് മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തെ അറിഞ്ഞ വ്യക്തി മനസ്സിൽ കീപ്പ് ചെയ്യുന്ന വെറുപ്പ്, ദൈവത്തെ അറിഞ്ഞ വ്യക്തി ചെയ്യുന്ന പാപത്തിന് കാഠിന്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചെയ്യുന്ന പാപത്തിന് അതിൻ്റെ കുടുംബം മൊത്തം വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, പാപത്തെ, പാപ സാഹചര്യങ്ങളെ, പാപപ്രവണതകളെ, പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അകറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ വിശുദ്ധരാക്കപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. നിങ്ങൾ ദൈവാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞതാണ്. വീണ്ടും നിങ്ങൾ മറ്റൊരു വിജാതീയനെ പോലെ എനിക്കറിയില്ല, എൻ്റെ രക്ഷകൻ്റെ ചൈതന്യം എന്തെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ശ്ലീഹ പറയുന്നത് എന്താ? ഞങ്ങളുടേതല്ല, എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവം തന്നിരിക്കുന്ന കൃപകൾ ദൈവകൃപയാൽ നിനക്ക് ലഭിച്ചതാണെന്ന് നീ ഏറ്റുപറയണം. ഞാൻ പ്രാർത്ഥിച്ചു നേടി എന്നുള്ളതല്ല എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളുടെ അടിസ്ഥാനം. ഞാൻ അങ്ങനെ ജീവിച്ചത് കൊണ്ട് ദൈവം എനിക്ക് ഇങ്ങനെ തന്നു എന്നുള്ളതല്ല, മൺപാത്രത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ന് പറയുന്ന വ്യക്തിത്വം വെറും മണ്ണാണ്. മനുഷ്യ, നീ മണ്ണാണ്. ഇതിനകത്താണ് നിധി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ പറയുന്ന മണ്ണിന് അഹങ്കരിക്കാനൊന്നുമില്ല. കർത്താവിൻ്റെ ചൈതന്യത്തെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃപകളായിട്ട്, വരങ്ങളായിട്ട്, ദാനങ്ങളായിട്ട്, ഫലങ്ങളായിട്ട് നിന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് അതിൽ അഹങ്കരിക്കാനൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണയാണ് നിൻ്റെ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കരുണയാൽ അവനൊരു പദ്ധതിയുണ്ട്, നിന്നിലൂടെ അനേകം ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന കർത്താവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. ഹല്ലേലൂയ. ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാ. മനുഷ്യൻ്റെ പദ്ധതിയുടെ പ്രത്യേകത, അതിലെല്ലാം മാനുഷികതയുടെ, ലോകത്തിൻ്റെ പദ്ധതികളാണ് മനുഷ്യൻ വിഭാവനം ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഒരു പദ്ധതി ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാനുഷികതയുണ്ട്, ലോകത്തിൻ്റെ അംശമുണ്ട്, ലോകാരൂപികളുണ്ട്, എൻ്റെ പാപത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എൻ്റേതായിട്ടുള്ള വിട്ടുവീഴ്ചകളുണ്ട്, എൻ്റേതായിട്ടുള്ള കോംപ്രമൈസുകൾ അതിനകത്തുണ്ട്. പക്ഷേ ദൈവം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന പദ്ധതിക്ക് കീഴിലാണ് നിൽക്കുന്നത് എങ്കിൽ പ്രിയമുള്ള ദൈവജനമേ, അതിന് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല, അതിൽ കോംപ്രമൈസ് ഇല്ല. ഒരൊറ്റ
വിധിയേ ഉള്ളൂ, ഒരൊറ്റ നിയമമേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ കോംപ്രമൈസും വിട്ടുവീഴ്ചയും ഒന്നുമില്ല. ഇവിടെയാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാനായിട്ട് എൻ്റെ ആത്മാവിനെ ഞാൻ ഒരുക്കുക ചെയ്യുന്നത്, എൻ്റെ ആത്മാവിനെ ഞാൻ വിശുദ്ധീകരിക്കുക ചെയ്യുന്നത്. കാരണം നിധി നൽകപ്പെട്ട മൺപാത്രം ഉടയാതെ സൂക്ഷിക്കാൻ മൺപാത്രത്തിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് വിശുദ്ധ കുമ്പസാരം. അതല്ലെങ്കിൽ ആ നിധിയാകുന്ന ആത്മാവിന് കൊടുക്കുന്ന അഭിഷേകമാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം 2 ആഴ്ചയിലൊരിക്കൽ കർത്താവിൻ്റെ മക്കള് എല്ലാവരും നിർബന്ധമായിട്ട് കുമ്പസാരിച്ചിട്ടുണ്ടാകണം. കാരണം നിന്നെ ഭരിക്കാൻ സാത്താൻ്റെ ശക്തികൾ നിന്റെ ശരീരത്തിൽ നിലനിൽക്കാൻ നീ അനുവദിക്കരുത്. നിന്നിലുള്ള പാപത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ജഡത്തിൻ്റെ, ലോകത്തിൻ്റെതായിട്ടുള്ള സകല അരൂപികളും നിന്നിൽ നിലനിൽക്കാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ് വിശുദ്ധ കുമ്പസാരം. കാരണം സാത്താനെതിരെ നീ ഉയർത്തുന്ന ചെങ്കോലാണത്. വിശുദ്ധ കുരിശിൽ ഈശോ ചിന്തിയ പരിശുദ്ധ രക്തത്തിൻ്റെ അഭിഷേകമാണ് ആ സമയം നിന്റെ ആത്മാവിന് ലഭിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിലൂടെ നിന്റെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചാൽ പിന്നീട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ആ പാപ സാഹചര്യത്തിൻ്റെ അവസ്ഥകളിലേക്ക് പോകാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. അതിൽ നിന്ന് അവൻ നിന്നെ മാറ്റും. കാരണം നിധി നൽകപ്പെട്ട പാത്രത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തലാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വിശുദ്ധ കുമ്പസാരം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ആണ്ടുതോറും എന്നുള്ള സഭയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യ നേരത്തല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയനുസരിച്ച് നമ്മളത് ചെയ്തിട്ടുണ്ടാകണം. എൻ്റെ ആത്മാവ് ദൈവത്തിലേക്കോ പാപത്തിലേക്കോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റണം. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഏത് തലത്തിലേക്കെന്നുള്ളത് എനിക്കറിയാൻ പറ്റണം. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ പാപത്തിലേക്കാണ് ചായ്ഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അവിടെ വിശുദ്ധ കുമ്പസാരത്തിന് എന്നെ സഹായിക്കാൻ പറ്റും. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ദൈവത്തിലേക്കാണെങ്കിൽ അതിനൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ, പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് എനിക്ക് വിശുദ്ധ കുമ്പസാരം കർത്താവ് ഒരു വേദിയാക്കി തരും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ദൈവജനമേ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ, പാപത്തിൻ്റെ ഏതെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം തീരുമാനമെടുക്കുക. തുടർന്നു വരുന്ന ശുശ്രൂഷയാകുന്ന വിശുദ്ധ കുമ്പസാരത്തിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനുണ്ട് നിങ്ങളുടെ ശരീരത്തെ, ആത്മശരീരത്തെ നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കണം. കാരണം അതിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള അംശം കടന്നു വരണമെങ്കിൽ പാപത്തിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങൾ നമ്മുടെ ആത്മശരീരത്തിൽ ഉണ്ടാകുവാൻ അനുവദിച്ചുകൂടാ. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. 4 തരത്തിലുള്ള പീഡകൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച വ്യക്തിക്ക് ഈ ലോകം കൊടുക്കുന്ന 4 തരത്തിലുള്ള പീഡകളിലും പ്രിയപ്പെട്ട ദൈവജനമേ, എതിർഭാഗത്തെയാണ് അവർ ചിന്തിക്കുന്നത്. പീഡകളെക്കുറിച്ച് ക്രിസ്തു അനുഭവമുള്ള വ്യക്തി ഒരിക്കലും ചിന്തിക്കില്ല എന്നുള്ളത് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു അനുഭവം ലഭിച്ച വ്യക്തി അവൻ്റെ ജീവിതത്തിൽ സഹിക്കുന്ന പീഡകളുടെ എണ്ണം ദൈവത്തോട് പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ദൈവത്തെ നമ്മൾ വില കുറച്ച് കാണുന്ന പരിപാടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പീഡകൾ ഒരിക്കലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വിളമ്പാൻ നിൽക്കില്ല. കാരണം അവനറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? എൻ്റെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ദൈവം എന്നോട് പറയുന്നുള്ളൂ. മറിച്ച് ഒന്നും കർത്താവിനോട് ആവശ്യപ്പെടുന്നില്ല. എൻ്റെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കണം, പാപശീലങ്ങളെ വെറുത്തുപേക്ഷിക്കണം, പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കണം. അത് പ്രമാണ ലംഘനങ്ങളാണെങ്കിലും സ്ഥിരസഭയുടെ കൽപ്പനയുടെ ലംഘനങ്ങളാണെങ്കിലും പ്രിയപ്പെട്ട 7 മൂലപാപങ്ങൾ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിലും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണെങ്കിലും ജീവിതത്തിൽ നിരന്തരം പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയ തഴക്കദോഷങ്ങളുടെ അരൂപികളാണെങ്കിലും എനിക്ക് ഈ പറയുന്ന 5 അവസ്ഥകളിൽ നിന്നും എനിക്ക് പുറത്തു വന്നേ പറ്റുള്ളൂ. കാരണം ആ നിധിയെ കാത്തു സൂക്ഷിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ മരിച്ച് എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവിടെ എൻ്റെ ശരീരമല്ല മാനിക്കുന്നത്, മറിച്ച് അവിടെ എൻ്റെ ആത്മാവിനെയാണ് ദൈവം വിലയുള്ളതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ശ്ലീഹ ഇവിടെ പറയുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എന്നാലും തകർക്കപ്പെടുകയില്ല. പാപപ്രവണത, പാപ സാഹചര്യം നമ്മൾക്ക് തരുന്നൊരു പ്രഷറുണ്ട്.
പാപപ്രവണതകളും പാപ സാഹചര്യങ്ങളും തരുന്നൊരു പ്രഷറുണ്ട്. ഈ പ്രഷറാണ് പലപ്പോഴും പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് നമ്മെ നയിക്കും. ഒരിക്കലും ഒരു കുടുംബം വന്ന് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ നടക്കുന്നിടം, എനിക്ക് തോന്നുന്നു കോട്ടയം ഈ ഭാഗത്ത് എവിടെയാണ്, അവിടെ നടക്കുന്ന സമയത്ത് ഈ കുടുംബം വന്നിട്ട് അവരുടെ അസ്വസ്ഥതകളെല്ലാം വിളമ്പുക. കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഇല വിരിച്ച് വിളമ്പി വെക്കുന്ന പോലെ കുറച്ച് അച്ചാറ്, ഗരുത്, ചെറുത്, വലിയ പല ഡിഷസ് ഇങ്ങനെ വിളമ്പിയിരിക്കുക. അതായത് എല്ലാത്തരം സഹനത്തിലൂടെ ആ കുടുംബം കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഒരു ട്രേയിൽ ഇതെല്ലാം വിളമ്പി വെച്ചിരിക്കുക. ഇതെല്ലാം വിളമ്പി വെച്ച് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ ഈശോ പറയുന്ന 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. ഒറ്റ വാക്ക് ഈശോ പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ അത് അതുപോലെ തന്നെ അവരോട് എടുത്ത് ചോദിച്ചു, 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. ചിലർക്ക് ഈ 1-6 ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 6-ാം പ്രമാണത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇങ്ങോട്ട് എടുത്ത് തരും. അങ്ങനെ കുറേ പേരൊന്നും കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ഏതാണെന്ന് അറിയില്ല, പ്രമാണങ്ങൾ അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമായ ഓക്കെ അത് ഇല്ല ബ്രദറെ എന്ന് പറഞ്ഞു. വീണ്ടും ഇവർ സംസാരിച്ച് ഇവരെ ന്യായീകരിച്ചപ്പോൾ വീണ്ടും ഈശോ പറയുന്നു, 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. വീണ്ടും ഇവർ പറയാണ്, ഇല്ല ബ്രദറെ. വീണ്ടും 3-ാമതും പറഞ്ഞു, 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട്. കാരണം ഇവർ പറയുന്ന പ്രയർ റിക്വസ്റ്റിനൊന്നും കർത്താവ് മറുപടി കൊടുക്കുന്നില്ല. ഈശോ പറയുന്നത് അവരുടെ കുറവുകളെ പറ്റിയും അവർ പറയുന്നത് അവരുടെ കുറവുകളെ പറ്റിയാണ്. അവർ പറയുന്ന അവരുടെ ഭൗതികതയുള്ള കുറവാണെങ്കിൽ ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ആത്മീയതയുള്ള കുറവാണ്. ഇതെത്ര പറഞ്ഞിട്ട് ഈ കുടുംബം സമ്മതിക്കുന്നില്ല. ഞാൻ വീണ്ടും സംസാരിക്കുമ്പോൾ ഈശോ പറയാണ്, ജാതകം എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വീടാണ്, കത്തോലിക്ക ഭവനമാണ്. പക്ഷേ ജാതകം, ഈ പറയുന്ന ഇത്രയും കുടുംബാംഗങ്ങളുടെ ജാതകം എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് കഷ്ടതകൾ ഒഴിയാതായപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പോഴും ജാതകം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ക്രിസ്തീയ വിശ്വാസി ക്രിസ്തീയത ഫോളോ ചെയ്യണം. ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തരുന്ന പ്രബോധനങ്ങൾക്ക് പുറകെ പോകരുത്. പ്രമാണ ലംഘനമാണ്. 1-ാം പ്രമാണ ലംഘനങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബാധിക്കും. ഹല്ലേലൂയ. 1-ാം പ്രമാണ ലംഘനങ്ങളിലൂടെ വരുന്ന അസ്വസ്ഥതകൾ കൂടുതലും പഞ്ചേന്ദ്രിയങ്ങളെ ബാധിക്കും. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ ഈ ഒരു പോർഷനകത്ത് കംപ്ലീറ്റ് ഉണ്ട്, ബാക്കി സ്കിൻ മാത്രം ഓൾ ബോഡിയിലുണ്ടെങ്കിലും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പല ക്രിസ്തുവിനെ കാണാൻ പറ്റില്ല. 1-ാം പ്രമാണം ലംഘിച്ച് നോക്കിക്കോ, കർത്താവിനെ ആദ്യം കണ്ട ആ ഒരു വിശുദ്ധിയിൽ നോക്കാൻ പറ്റില്ല. 1-ാം പ്രമാണം ലംഘിച്ച് നോക്കിക്കോ, ദൈവസ്തുതിപ്പുകൾ നടക്കില്ല. 1-ാം പ്രമാണം ലംഘിച്ചാൽ കർത്താവിനെ കേൾക്കാൻ കാതോർക്കില്ല, കർത്താവിനെ സ്പർശിക്കാൻ കർത്താവിൻ്റെ നേരെ നിൻ്റെ കരങ്ങൾ നീട്ടില്ല, വിരിച്ച് പിടിച്ച കരങ്ങൾ ഉണ്ടാവില്ല, പരിശുദ്ധമ്മയുടെ സുഗന്ധം പോയിട്ട് ഒന്നും കിട്ടത്തില്ല, ദൈവ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ആ കൂട്ടർക്ക് ഒരു തരത്തിലും ദൈവാനുഭവം ഉണ്ടാവത്തില്ല. അതാണ് 1-ാം പ്രമാണം ലംഘിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും, അരൂപി പ്രവർത്തിച്ചു തുടങ്ങും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പഞ്ചേന്ദ്രിയങ്ങളിൽ അരൂപി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് പാപവും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആ പാപത്തിനുള്ള വളമാണ് പ്രമാണ ലംഘനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഏത് ദേശത്തായിക്കൊള്ളട്ടെ, നിന്റെ ദൈവമായ കർത്താവ് അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നീ ഏത് ദേശത്ത് വേണമെങ്കിലും ജീവിച്ചോ, നിന്റെ ദൈവമായ കർത്താവ് അല്ലാതെ മറ്റൊരു ദൈവത്തെ ഉണ്ടാകരുത്. ഈ ഒരു ദൈവത്തിലേക്ക് നിന്നെ അടുപ്പിക്കാൻ, അതായത് നിന്റെ ദൈവമായ കർത്താവ് എന്ന് പറയുന്ന ഏക സത്യ ദൈവത്തിലേക്ക് നിന്നെ അടുപ്പിക്കാൻ ദേശത്തിൻ്റെ അരൂപികൾ നിന്നെ സമ്മതിക്കില്ല. നമ്മൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. കേരളം എന്ന് പറയുമ്പോൾ നാനാജാതി മതസ്ഥർ അതിനകത്തുണ്ട്. അതിൽ ക്രിസ്ത്യൻസും വന്നു പെട്ടും. അപ്പോൾ നാനാജാതിയിൽ കത്തോലിക്ക വിശ്വാസികളുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ സ്നേഹിക്കുക, ആചാരങ്ങളെ സ്നേഹിക്കരുത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കണം. കാരണം അതിലൂടെ നിന്നെ കീഴടക്കിയ ഈവിൾ സ്പിരിറ്റ് നീ ഏതു മാർഗം ഉപയോഗിച്ച് ആരാധനയിലേക്ക് പോയോ ആ മേഖല തകർക്കും. അതിലൂടെ നിൻ്റെ സാമ്പത്തിക മേഖല, ആരോഗ്യം, നിൻ്റെ വ്യക്തിബന്ധങ്ങൾ, നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് മുഴുവൻ നശിപ്പിക്കാൻ സാത്താന് പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു സ്ലോ പോയ്സണാണ്. ഇന്ന് ആരാധിച്ചു നാളെ കിട്ടുന്ന അടിയല്ല.
ഇന്ന് കുറച്ച് പോയുള്ളൂ, നാളെ ഇത്തിരി കൂടെ, പറ്റുന്ന ഇത്തിരി കൂടെ, ഇങ്ങനെ കൂടി അവസാനം അത് അതിൻ്റെ പീക്ക് സ്റ്റേജിലെത്തുമ്പോൾ നമ്മളുടെ തലമുറകൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ബിസിനസ് നടത്തുന്ന ഒരു കുടുംബം, ഒത്തിരി വലിയൊരു ബിസിനസ്സാണ്. പേര് കേട്ടവരാ, പറഞ്ഞാൽ നിങ്ങളറിയും, പക്ഷെ പേര് പറയുന്നില്ല. അപ്പോൾ ഇവരുടെ കുടുംബത്തിലൊരു തകർച്ച വന്നപ്പോൾ, ഇത് ക്രിസ്ത്യൻസ് അല്ല കേട്ടോ, അതാണ് മറ്റൊരു വശം, ക്രിസ്ത്യൻസ് അല്ല. ഇവിടെ കുടുംബത്തിൽ തകർച്ച വന്നു. ഇവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതും ഇതും ഒക്കെ സംഭവം എല്ലാം ചെയ്തിട്ടൊന്നും രക്ഷയില്ല. ഈ കുടുംബത്തിലെ തലമൂത്ത കാരണം അവരിങ്ങനെ കിടക്കുക, മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല, ആരോഗ്യത്തിലേക്ക് വരുന്നുമില്ല. അങ്ങനെ ഒരു തവണ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട്, ഞാൻ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടിലോട്ടല്ല ഞാൻ ചെന്നത്, ഞാൻ ചെന്ന് ഇവരുടെ പറമ്പിലേക്കാണ്. ഇവരുടെ പറമ്പിലൊരു സ്ഥലത്ത് ചെന്ന് ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ഇവിടെ എന്താ? അപ്പം ഇവര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പിന്നെ ഇവരുടെ മുഖം മാറാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞു, ഇവിടെ വലിയൊരു കിണർ പോലെ എടുത്തിട്ട് അതിനകത്തിരുത്തി മന്ത്രിയോ ആരോ അതിനകത്ത് ഇറങ്ങിയിരുന്ന് ആഭിചാരം ചെയ്ത് വീണ്ടും മണ്ണിട്ട്, വീണ്ടും ആഭിചാരം ചെയ്ത്, വീണ്ടും മണ്ണിട്ട്, വീണ്ടും ആഭിചാരം ചെയ്ത്, അങ്ങനെ അത്രയും സ്ഥലം കംപ്ലീറ്റ് ആഭിചാരത്തിൻ്റെ ആരൂപിയെ കുടിയിരുത്തിയിരിക്കുക. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഇത് 1-ാം പ്രമാണ ലംഘനമാണെങ്കിൽ, മറ്റു വിശ്വാസികൾക്ക് പോലും ഈ പറയുന്ന അരൂപി, അതായത് അവരുടെ നേരെയുള്ള അരൂപിയിൽ നിന്ന് മാറി അവരൊന്ന് ചിന്തിച്ചപ്പോൾ, രണ്ടും നമ്മളെ സംബന്ധിച്ച് വിശ്വാസം, അവരുടെ ആരാധനകളിൽ നിന്ന് അവർ മാറി ഈ പറയുന്ന ചാത്തൻ്റെ ആരാധനകളിലേക്ക് ആ ഹൈന്ദവ സ്പിരിറ്റിലുള്ള വ്യക്തികൾ പോലും പോയപ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ കുടുംബം നശിച്ച് ബിസിനസ് തകർന്ന് പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനി, ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ഈ പറയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാത്താൻ എങ്ങനെ നമ്മളെ തകർക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. അതുകൊണ്ട് 1-ാമത്തെ കൽപ്പന ലംഘിക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഞെരുക്കം വരും നമുക്ക് പലതരത്തിൽ. കർത്താവിലേക്ക് ആശ്രയിക്കുമ്പോൾ 4 വശത്തു നിന്ന് നമ്മളെ ഞെരുക്കുന്ന അനുഭവം നമുക്ക് തോന്നും. കാരണം അതുവരെ നമ്മൾ എല്ലാ രീതിയിലും ഫ്രീ ആയിട്ട് നടന്നിരുന്ന പാപങ്ങളെല്ലാം കൂടെ നമ്മളിങ്ങനെ പ്രഷർ തന്ന് നമ്മളെ ഞെരുക്കും. ഇപ്പം നീ പാപം ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ, ഇപ്പം നീ ഇതിന് പുറത്തിറങ്ങണമെന്നുള്ള അവസ്ഥയിൽ ദൈവത്തിലേക്ക് കൊടുക്കേണ്ട ആരാധനകളെ തടസ്സപ്പെടുത്തുന്ന അരൂപികൾ പ്രവർത്തിക്കും. അപ്പോൾ നമ്മളതിന് വശംവദനാകരുത്. അതിൽ നിന്ന് പുറത്തു വരുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. പരിശുദ്ധ അമ്മയിൽ നമ്മൾ കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളിലേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രമാണ ലംഘനങ്ങളിൽ 1-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ തകർച്ചകൾ, അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ തകർച്ചകളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണമാകുന്ന പ്രമാണ ലംഘനങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല. അതാണ് രണ്ടാമതായിട്ട് ഇവിടെ ശ്ലീഹ പറയുന്നത്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നെങ്കിലും തകർക്കപ്പെടുന്നില്ല. കാരണം എന്താ? ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, പീഡകളേറ്റപ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവർ ഞെരുക്കപ്പെട്ടു. പക്ഷെ തകരാൻ കർത്താവ് അനുവദിക്കില്ല. സാത്താന് മാക്സിമം നിന്നെ ഞെരുക്കാനേ പറ്റുള്ളൂ, തകർക്കാൻ പറ്റില്ല. കാരണം ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേലുള്ളത് കൊണ്ട് സാത്താൻ്റെ ഒരു ശക്തിക്ക് നിൻ്റെ മേൽ ആധിപത്യം ചുമത്താൻ പറ്റില്ല. നിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. നിന്നെ ഇങ്ങനെ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ തന്നുകൊണ്ട് അവൻ്റെ വഴിയിലേക്ക് അവന് നിന്നെ സ്വാഗതം ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം, മലകമാരുടെ പ്രൊട്ടക്ഷൻ നിനക്കുള്ളിടത്തോളം കാലം നീ ബോധപൂർവം ആ പാപത്തിലേക്ക് പോകാതിരിക്കുമെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ കീഴടക്കാൻ പറ്റില്ല. കാരണം നീ ബോധപൂർവം പോയാൽ കർത്താവ് ഹെൽപ്ലെസ് അവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, 1-ാമത്തെ കൽപ്പന നിങ്ങൾ പാലിക്കണം നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ. വ്യക്തിജീവിതത്തിൽ ഈ 1-ാമത്തെ കൽപ്പന 1ഉം 2ഉം 3ഉം കൽപ്പനകൾ ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്.
എല്ലാം ഒറ്റ ഒരു പ്രമാണത്തിന് കീഴെ തന്നെ എല്ലാം വരും. അതിൽ 1, 2, 3 കൽപ്പനകൾ നിരന്തരം നിങ്ങളത് പാലിക്കാൻ തീരുമാനമെടുത്താൽ ഒന്നാമത്തെ പ്രമാണത്തിന് കീഴെ തന്നെ ഏതാണ്ട് അത് തന്നെ അല്ലെങ്കിൽ പോലും ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ വരാനിരിക്കുന്ന സകല തകർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. അതിൽ ഈ ജപിച്ച തകിട്, ഏലസ്, മന്ത്രച്ചരടുകൾ ഇതൊക്കെ കെട്ടിയും തൂക്കിയും ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും നിങ്ങൾ വിശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിശുദ്ധ കുംഭസാരത്തിൽ നിങ്ങൾ ഏറ്റുപറയണം ഹല്ലേലൂയ. എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഭഗ്നാശരാകുന്നില്ല. വിഷമിക്കുന്നു എന്നുള്ളതല്ല പറഞ്ഞത്, വിഷമിപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു കെട്ടുണ്ടാകും. ഈ കെട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രമാണ ലംഘനങ്ങളായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വരുന്ന ഒരു തിന്മയുടെ അരൂപിയുടെ കെട്ട്, ഒരു ബന്ധനമുണ്ട്. ഈ ബന്ധനം നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, എന്ത് ചെയ്താൽ ഈ കാര്യം സാധിക്കും, എന്ത് കാര്യം ചെയ്താൽ ഇതെനിക്ക് നേടിക്കിട്ടും, ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ നേടിയെടുക്കേണ്ട വിഹിതം നമുക്ക് കിട്ടാതാകുമ്പോൾ, നമ്മൾ പ്രസാദപരത്തിലല്ലാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾക്ക് നമുക്ക് നേടിക്കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്താൽ ഈ കാര്യം സാധിച്ചു കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത അവസ്ഥയിലേക്ക് പോകും. അതാണ് ഈ പറഞ്ഞ രീതിയിൽ നോക്കിക്കാനും എഴുതിക്കാനും എന്താ പറയുക, ഓദിക്കാനും ഒക്കെ നമ്മൾ ഓടിപ്പോകും. നമ്മുടെ ഏക സത്യ ദൈവത്തെ വിട്ട് നമ്മൾ പോകും. എന്തിനോടും കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് പറയും, ഇത് കഴിഞ്ഞ ഉടനെ ഞാനൊന്ന് കുമ്പസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനയെ ബോധപൂർവം ലംഘിക്കാൻ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും നമ്മൾ വിട്ടുകൊടുക്കുന്നൊരു അവസ്ഥയുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യം മനസ്സിൽ തീരുമാനിക്കും, മനസ്സിൽ ഇതിനെപ്പറ്റി ആലോചിക്കും തെറ്റ് ചെയ്യാനായിട്ട്. അതിങ്ങനെ ആലോചിക്കാൻ തന്നെ ചിലപ്പോൾ ഒരു സത്യദൈവ വിശ്വാസിയാണെങ്കിൽ ഇത് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒന്ന് എക്സാമിൻ ചെയ്യാനായിട്ട് മനസ്സിനൊരാഴ്ച സമയം കൂടി നിങ്ങൾ കൊടുക്കും. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ മനസ്സ് മലിനമാക്കപ്പെടും, ഈ ചിന്തയിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഇത് തീരുമാനത്തിലേക്ക് വരിക, ബുദ്ധിക്ക് വിട്ടുകൊടുക്കും. ബുദ്ധിക്ക് വിട്ടുകൊടുക്കുമ്പോൾ ബുദ്ധി കാണിക്കുന്ന സൊല്യൂഷനുണ്ട്. ഈ തെറ്റ് ചെയ്താൽ എങ്ങനെ കോംപ്രമൈസ് ചെയ്യാം, ഈ സൊല്യൂഷനിലേക്ക് ബുദ്ധി അവസാനം തീരുമാനിച്ച് ആത്മാവിനെ കൊണ്ടിത് ചെയ്യിക്കും. നിങ്ങളുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിനേക്കാൾ ഈ പറയുന്ന ഏക സത്യ ദൈവത്തെ വിട്ട് ഈ ഒരു പാപത്തിലേക്ക് നയിക്കാൻ മനസ്സും ബുദ്ധിയും കൂടെ നിങ്ങൾക്ക് പ്രേരണ തന്ന് അതിലേക്ക്, ലോകത്തിൻ്റെ അരൂപിയിലേക്ക് നിൻ്റെ ആത്മാവ് പോകും. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം, ആരാധന നേടിയെടുക്കാൻ സാത്താൻ നിനക്ക് ഞൊടിയിടയിൽ ആ കാര്യം സാധിച്ചു തന്നെ എന്നേക്കുമായിട്ട് നിൻ്റെ ആത്മാവിനെ നിത്യനരകാഗ്നിയിലേക്ക് വിടാൻ തക്ക ഒരുക്കത്തിലേക്ക് അവനാക്കി തീർക്കുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനം. ഒന്നാമത്തെ കൽപ്പന ലംഘനം ഉണ്ടോ, കുടുംബത്തിൽ അസ്വസ്ഥതകൾ വിട്ടുമാറില്ല. കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുമാറില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസ്വസ്ഥതകൾ, അതിന് കാരണമായിട്ടുള്ള നിരവധി രോഗങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതൊക്കെ കുടുംബത്തിൽ വരും. നമ്മുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടും, നമ്മുടെ മാനസിക നിലയിൽ വ്യത്യാസം വരും. മൊത്തത്തിൽ അതായത് ആത്മാവിന് ശരീരത്തിൻ്റെ മേലുള്ള കൺട്രോൾ പോയാൽ ശരീരം ഏതെല്ലാം അവസ്ഥകളിലേക്ക് പോകും അത് വരും. ആത്മാവിന് ശരീരത്തിൻ്റെ മേലുള്ള കൺട്രോൾ പോയാൽ ശരീരം ഏതെല്ലാം അവസ്ഥയിലേക്ക് വരും, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം പോകും. പിന്നെ രണ്ടാമത്തേതാണ് മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന തെറ്റുകൾ. ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, കൈവിഷം, ക്ഷുദ്രം, ദൃഷ്ടി, ഭൂമി, സർപ്പം, ജിന്നെന്ന് പറയുന്ന അതിൻ്റെ കുറച്ച് ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യും. അപ്പോൾ നമുക്ക് സംഖ്യ 23 വചനമുണ്ട്. യാക്കോബിനും ഇസ്രായേലിനും ഇത് ഫലിക്കില്ല എന്ന് പറയുന്നൊരു വചനമുണ്ട്. പക്ഷെ ഈ വചനം നമ്മിൽ നിറവേറ്റപ്പെടണമെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിച്ചവരായിരിക്കരുത്. പ്രസാദപരാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിലനിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവരാരെ എന്ത് എവിടെ എങ്ങനെയൊക്കെ ചെയ്താലും നീ പ്രസാദപരാവസ്ഥയിലാണ്, ഒരു തിന്മയും നിന്നെ സ്പർശിക്കില്ല. ആമേൻ, ഹല്ലേലൂയ. അതിൽ വിശുദ്ധ കുമ്പസാരം നടത്തി അനുദിനം പരിശുദ്ധ ബലി നീ അർപ്പിക്കുക. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യൽ. 2 കാര്യം മതി, വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈ 2 കാര്യം മുടങ്ങാതെ ചെയ്താൽ പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലാവില്ല നീ. ഇത് 2 നീ കൃത്യമാണോ, ലോകത്തുള്ള ഒരു തിന്മയും നിന്നെ അറ്റാക്ക് ചെയ്യില്ല. ആരെങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നിന്നെ സ്പർശിക്കുക പോലും ചെയ്യില്ല. പക്ഷേ
നീ ഒന്നാം പ്രമാണം ലംഘിച്ചു. കർത്താവ് ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ഏക ദൈവത്തെ നിവർത്ത് നീ സാത്താൻ്റെ പുറകെ പോയി അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം നീ നടത്തി. കുറേ നാൾ നീ അതിൽ ജീവിച്ച് അത് നിന്നിൽ രജിസ്റ്റർ ആയതിന് ശേഷം ഏതെങ്കിലും ഒരു ധ്യാനം കൂടി നീ ആ പാപത്തെ ഉപേക്ഷിച്ചു. ആ പാപത്തിൻ്റെ വേര് പോയിട്ടില്ല, അതവിടെ കിടക്കുക. വീണ്ടും നിൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ ഇതിങ്ങനെ പതുക്കെ മുളയെടുത്ത് തുടങ്ങി വീണ്ടും ആ പാപം ചെയ്യാനുള്ള ടെൻഡൻസി നിനക്കുണ്ടോ? ഈ പറയുന്ന അരൂപികൾ നിന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണിത് നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മളുടെ മേൽ ഇതിൻ്റെ ശക്തി കടന്നു വരുന്നത് നമ്മൾ സ്വീകരിക്കാതെ, നമ്മൾ വെൽക്കം ചെയ്യാതെ ഒരു ശക്തിയും നമ്മളിലേക്ക് വരില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ലോകത്തെയോ ലോകത്തിലുള്ളവനെയോ നീ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. ആമേൻ, ഹല്ലേലൂയ. 1 യോഹന്നാൻ്റെ 4:4 പറയുന്നത് പോലെ എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ലോകത്തിലുള്ള ഒരു തിന്മയ്ക്ക് എന്നെ കീഴടക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലുള്ളവൻ തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം. ഉള്ളിലുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയുമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അവിടെയാണ് ഉള്ളിലുള്ളവൻ ആരാണ്, അവിടെയാണ് ഒന്നാം പ്രമാണത്തിൻ്റെ മറ്റൊരു തലം വരുന്നത്. ഉള്ളിൽ ഞാൻ ദൈവത്തെക്കാളുപരി ജോലിക്ക്, ദൈവത്തെക്കാളുപരി ചില വ്യക്തിബന്ധങ്ങൾക്ക്, ദൈവത്തെക്കാളുപരി എൻ്റെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസവും പരിശുദ്ധ ബലി അർപ്പിക്കുന്നവനാണെങ്കിലും, ഞാൻ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവനാണെങ്കിലും, എൻ്റെ ഉള്ളിലുള്ളവൻ ഞാൻ കുടിയിരുത്തിയിരിക്കുന്ന ഈ വ്യക്തിബന്ധങ്ങളായിരിക്കും. അവിടെയും ഈ അരൂപി നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ദൈവത്തിന് തന്നെ നീ നിൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്താൽ തിന്മയുടെ ശക്തി നിനക്കെതിരെ വരില്ല. ഇത് പേഴ്സണലി ഉള്ള കാര്യമാണ്. ഞാൻ പാപത്തിലില്ല, അതുകൊണ്ട് എൻ്റെ മക്കൾ പാപം ചെയ്താലും എൻ്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. വ്യക്തിപരമായിട്ടാണ് കർത്താവ് വിധി എഴുതുന്നതെങ്കിൽ അവനവൻ്റെ ഉത്തരവാദിത്വം അവനവൻ്റെ കയ്യില്ല. അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നാലും അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ സംരക്ഷിക്കപ്പെടും എന്നുള്ള ലേബലിൽ എനിക്ക് പാപം ചെയ്യാൻ പെർമിഷനില്ല. നിന്നെ വിധിക്കുന്നത് നിൻ്റെ കണക്ക് പുസ്തകം എടുത്തു വെച്ചിട്ടാണ്. അവിടെ നീ പ്രാർത്ഥിച്ച ലിസ്റ്റ് മാത്രമേ കർത്താവ് നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പാപത്തിൻ്റെ, ശാപത്തിൻ്റെ കെട്ടുകളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ബോധപൂർവം ചെയ്തതുണ്ടെങ്കിൽ, പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അത് ഇന്നത്തെ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ പാപത്തിൻ്റെ കറകളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മോചനം പ്രാപിച്ചിട്ടുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഈ 6-ാം പ്രമാണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മൾ ചെയ്യുകയാണ് 6-ാം പ്രമാണം. അപ്പോഴും എൻ്റെ ശരീരത്തിൽ ഉള്ളവന് എതിരെ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പാപം ചെയ്യുക, എൻ്റെ ഉള്ളിലുള്ളവനെതിരെ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള തിരിച്ചടി എനിക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെയും ശരീരത്തിൻ്റെ വിശുദ്ധി ആത്മാവിൻ്റെ വിശുദ്ധിയുമായി കണക്റ്റഡാണ്. എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി ആത്മാവിൻ്റെ വിശുദ്ധിയുമായിട്ട് കണക്റ്റഡാണ്. എൻ്റെ ശരീരം സ്വയം ഭോഗത്തിന് അടിമയാണ്, എൻ്റെ ശരീരം മദ്യത്തിന് അടിമയാണ്, എൻ്റെ ശരീരം ലഹരിക്ക് അടിമയാണ്, എൻ്റെ ശരീരം പോണോഗ്രഫിക്ക് അടിമയാണ്. ഇങ്ങനെ എൻ്റെ ശരീരം ലോകം തരുന്ന പാപസുഖങ്ങളിൽ ഏതെങ്കിലും അടിമയാണെങ്കിലും നിനക്കെതിരെ വരുന്ന തിന്മകൾ നിന്നെ അറ്റാക്ക് ചെയ്യും. അവിടെയും നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെതിരെ നീ പാപം ചെയ്ത് ആ ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവം നിനക്ക് തന്ന അഭിഷേകത്തെ നീ കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അവിടെയും പ്രിയപ്പെട്ട ദൈവജനമേ, ആ തിന്മയുടെ ശക്തി നിന്നെ ഭരിക്കുന്നുണ്ട്. ആ തിന്മയുടെ ശക്തി ദൈവം നിനക്ക് തന്ന അഭിഷേകത്തെ കെടുത്തി കളഞ്ഞുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തെ നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ആ തിന്മയ്ക്ക് പറ്റും. അതുമൂലവും ഈ പറയുന്ന തിന്മ നിന്നെ അറ്റാക്ക് ചെയ്യും, നിന്നെ ആക്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവനമേ, 1-6 കൽപ്പനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒന്ന്, പുറമേ ഉള്ളവനെ ഞാൻ ആരാധിക്കരുത്,
ഏക സത്യദൈവമായ ത്രിയേക ദൈവത്തെ ഞാൻ ആരാധിക്കണം. 2, ഉള്ളിലുള്ള എൻ്റെ ദൈവത്തെ എൻ്റെ പാപം കൊണ്ട് ഞാൻ അവൻ തന്ന കൃപകളെ നഷ്ടപ്പെടുത്തരുത്. അവിടെയും നിനക്ക് തിരിച്ചടികൾ, ലോകാരൂപികൾ നിന്നെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ശരീരം കൊണ്ട് ചെയ്ത പാപത്തെ വെറുത്തുപേക്ഷിക്കുക. 1, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതാണ് 1-ാമത്തെ പ്രമാണമെങ്കിൽ 6-ാം പ്രമാണത്തിൽ ഈ ലംഘനം വരുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ, നശിപ്പിക്കുന്നവളെ ഞാൻ നശിപ്പിക്കുമെന്നുള്ളത് 6-ാമത്തെ കൽപ്പനയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, ശരീരം പച്ച കുത്താൻ വിത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ശരീരത്തിൽ പുരുഷന്മാർ കമ്മൽ മൂക്കുത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ആലയത്തെ സാത്താൻ്റെ ആലയമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വ്യഭിചാരം സാത്താൻ്റെ ആലയമാക്കി എൻ്റെ ശരീരത്തെ മാറ്റും. ഞാൻ ചെയ്യുന്ന മാസ്റ്റർബേഷൻ സാത്താൻ്റെ ആലയമാക്കി എൻ്റെ ശരീരത്തെ മാറ്റും. ഞാൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ലഹരി ഉപയോഗവും സാത്താനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ ശരീരത്തിൽ ഞാൻ പച്ച കുത്തുമ്പോൾ സാത്താൻ്റെ മുദ്ര പതിക്കുകയാണ്. എൻ്റെ ശരീരത്തിലുള്ള ഓരോ പച്ച കുത്തൽ എൻ്റെ ശരീരത്തിൽ അനാവശ്യമായിട്ട് അവിടെ തുളച്ച് ഇവിടെ തുളച്ചൊക്കെ നമ്മളിവിടെ ഓരോന്ന്, അതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പ്രിയപ്പെട്ടവർ. അതൊന്നും പാടില്ല. കർത്താവ് തന്നിരിക്കുന്ന വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ തന്നിരിക്കുന്നതിനെ വിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ ദൈവത്തെ ദർശിക്കാനും കേൾക്കാനും സ്തുതിക്കാനുള്ളതാണ്. ദൈവത്തെ ദർശിക്കാനും കേൾക്കാനും സ്തുതിക്കാനും ഒക്കെ ആയിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ ദൈവം തരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാപത്തിൻ്റെ എണ്ണം കുറക്കാൻ ശ്രമിച്ചോ? അതിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധമായിട്ട് യേശുവിൻ്റെ 5 തിരുമുറിവിലേക്ക് സമർപ്പിച്ച് സംരക്ഷണം മേടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ. 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപികൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറില്ല. ഈ 3 കൽപ്പനകൾ, ആദ്യത്തെ 3 കൽപ്പനകൾ കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തേതിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടാകണം. മാതാപിതാക്കളുമായി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വെറുപ്പ്, വിദ്വേഷം അപ്പനോടും അമ്മായിയപ്പനോടും അമ്മയോടും അമ്മായിയമ്മയോടും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിയില്ലെങ്കിലും നിൻ്റെ ആലയത്തോട് തന്നെയാണ് നീ തെറ്റ് ചെയ്യുന്നത്. കാരണം നിൻ്റെ വെറുപ്പ് നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിനെതിരെയാണ് ഫോം ചെയ്യുന്നത്. കാരണം നിൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവാണ് നീ വെറുക്കുന്നവൻ്റെ ഉള്ളിലുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവനിലുമുണ്ട്. അപ്പോൾ നീ വെറുപ്പ് കാണിക്കുന്നത് ദൈവത്തോട് തന്നെയാണ്. നിൻ്റെ ഉള്ളിലുള്ളവനോട് മറ്റൊരുവനിലൂടെ നീ വെറുപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്നേഹമോ സ്വത്തോ സമ്പത്തോ പാർട്ടീഷൻ ചെയ്തപ്പോൾ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവുകളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒന്നും കണ്ടിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ട. മക്കളുടെ അധ്വാനം കൊണ്ട് മക്കൾ സമ്പാദിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഹിതം. അപ്പൻ്റെയും അമ്മയുടെയും സമ്പാദ്യം കണ്ടുകൊണ്ട് മക്കൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പനും അമ്മയും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്, അവരുടെ കാലം വരെയും. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. മക്കളെ സംബന്ധിച്ച് മക്കൾക്ക് ആരോഗ്യമുണ്ടോ, മക്കൾ തന്നെ സമ്പാദിച്ച് അപ്പനും അമ്മയും സമ്പാദിച്ച അതേ വഴിയിലൂടെയോ മറ്റു വഴികളിലൂടെയോ നിങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാം. പാപത്തെ ഉൾപ്പെടുത്താതെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാം. അതിന് അപ്പൻ്റെ അമ്മയുടെ വിഹിതത്തിൻ്റെ ആവശ്യമില്ല. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം പറയുന്നത് നിൻ്റെ നെറ്റിയിലെ വീർപ്പുകൊണ്ട് നീ അധ്വാനിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് താ എന്നും പറഞ്ഞു അവരെ ക്രൂശിക്കാൻ നമ്മൾ പോകില്ല. അവരെ ക്രൂശിക്കാനായിട്ട് നമ്മൾ പോകാൻ കാരണം എന്താണെന്നറിയാം? നമുക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള മക്കൾ നട്ടലില്ലാത്തങ്ങളാണ്. കാരണം എന്താ? സ്വന്തമായിട്ട് അധ്വാനിച്ച് സമ്പാദിക്കാനുള്ള നട്ടലില്ലാത്ത വൃത്തികെട്ടങ്ങളാണ്. അവർ അപ്പൻ്റെ അമ്മയുടെ വിഹിതം കിട്ടാൻ വേണ്ടി അപ്പനും അമ്മനെയും ക്രൂശിച്ചുകൊണ്ടിരിക്കും. അതുതാ, ഇത് എഴുതിത്താ, മറ്റേത് എഴുതിത്താ. നാണയില്ലേ? എന്തൊരു മോശമാണ്, എന്തൊരു മോശമാണ്. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പനും അമ്മയും ഉണ്ടാക്കിയതിൻ്റെ പുറകെ അതും കണ്ണും നട്ട് അവർ ചാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട്. അതല്ല പേഴ്സണാലിറ്റി. ഈശോ നിനക്ക് 2 കൈയും 2 കാലും ചിന്തിക്കാൻ മനസ്സും കണ്ണും മൂക്കും നാക്കും ഒക്കെ തന്നിട്ടുണ്ടോ? അതിൽ വിവേകവും ബുദ്ധിയും ആത്മധൈര്യവും ആത്മസംയമനവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നിനക്ക് അധ്വാനിക്കാൻ പറ്റണം. നിൻ്റെ വിഹിതത്തെ നീ കണ്ടെത്തണം. സ്വർഗത്തിലുള്ള വിഹിതവും ഭൂമിയിലുള്ള വിഹിതവും നീ തന്നെ കണ്ടെത്തണം. ഒരുവൻ ദരിദ്രനായിട്ട് ജനിക്കുന്നത് അവൻ്റെ തെറ്റല്ല. പക്ഷെ അവൻ ദരിദ്രനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ തന്നെ തെറ്റാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദാരിദ്ര്യത്തെ തീറ്റിപ്പോറ്റുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ദാരിദ്ര്യത്തെ തീറ്റ കൊടുത്ത് വളർത്തുന്നത് നമ്മൾ തന്നെയാണ്. അലസത എന്ന് പറയുന്ന അരൂപിയാണ് നിൻ്റെ ദാരിദ്ര്യത്തിന് തീറ്റ കൊടുത്ത് നിന്നിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പോഷകം വിളമ്പുന്നത്. നിന്നിലുള്ള അലസത തന്നെയാണ്. ഈ അലസത തന്നെയാണ് നീ ദൈവത്തിലേക്ക് അടുക്കുന്നതിനും സാത്താൻ നിനക്ക് വിലങ്ങുതടിയായിട്ടിടുന്നത്. ഈ അലസത നിന്നിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സമ്പാദിക്കാനും നിനക്ക് പറ്റില്ല, ലോകത്തിൽ ഒരു 10 രൂപ ഉണ്ടാക്കാനും നിനക്ക് പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളതിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ ദൈവം നമുക്ക് അവസരം തരും, നമ്മളെ പഠിപ്പിക്കും. അത്തരത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനം വഴി മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റും. മാതാപിതാക്കളോട് അനക്കുള്ള അനാദരവ് വരുന്നത് കൂടുതലും അവരുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോഴാണ്. അതിന് മുൻപുണ്ട്, ഇല്ലെന്നല്ല. അതിന് മുൻപുള്ളതെല്ലാം അവരുടെ എന്താ പറയുക അനുസരണക്കേട് മാത്രമേ ഉള്ളൂ. മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം മക്കൾ മാതാപിതാക്കൾക്കെതിരെ ചെയ്യുന്ന പാപം അനുസരണക്കേടിൻ്റെ പാപമാണെങ്കിൽ, മാതാപിതാക്കളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്കെതിരെ ചെയ്യുന്ന പാപത്തിൻ്റെ തലം മാറും. അവിടെ പാപത്തിൻ്റെ തലം അവർ ചത്ത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. എല്ലാ മക്കളും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. മാതാപിതാക്കൾക്കെതിരെ പാപം ചെയ്യുന്ന മക്കളെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ എല്ലാവരും അല്ല. പൊന്നുപോലെ കൊണ്ട് കിടക്കുന്ന എത്ര എണ്ണമുണ്ട്. പൊന്നെന്ന് പറഞ്ഞാൽ കുറഞ്ഞു, അതിലും സൂക്ഷ്മമായിട്ട് മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട്. ആർക്കും വിട്ടുകൊടുക്കാതെ 10 മക്കളുള്ള ഒരു കുടുംബത്തെ എനിക്കറിയാം. 10 മക്കളുണ്ട്, അപ്പനും അമ്മയുണ്ട്. അപ്പനും അമ്മയ്ക്കും 92 90 വയസ്സായി. ഈ മക്കളിൽ ഒരു മകൻ ഈ അപ്പനും അമ്മയും എടുത്തിരിക്കുക. അപ്പം കിടപ്പാ, 92 വയസ്സുള്ള അപ്പം കിടപ്പായിട്ട് ഈ മകൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങൾ പറയും ഞങ്ങൾ കുറച്ച് നാളെ കൊണ്ടുപോയി നോക്കാം. ഇവൻ പറയും ഇല്ല, എൻ്റെ അപ്പനെ ഞാൻ തന്നെ നോക്കും. പൊന്നുപോലെ നോക്കുക, പൊന്നുപോലെ നോക്കുക. അതുപോലെ നോക്കുന്ന മക്കളുമുണ്ട്. എന്നിട്ട് പറയും ഞാൻ വിട്ടു കൊടുക്കില്ല, കാരണം ഇത് എനിക്ക് ജന്മം തന്നത് എൻ്റെ അവകാശമാണ്, ഈ പുണ്യം എൻ്റെ മക്കൾ അനുഭവിക്കണമെന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. എൻ്റെ അപ്പനെ ഞാൻ നോക്കണതിൻ്റെ പുണ്യം എൻ്റെ മക്കൾ അനുഭവിക്കും ബ്രദറെ. അതുകൊണ്ട് അപ്പൻ ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് നരകിക്കുകയല്ല, ഞാൻ പൊന്നുപോലെ നോക്കുന്നത്. സ്വയം ദൈവം കൊടുത്താണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ നോക്കുന്നതിൽ വീഴ്ച വരുത്തില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ മരണം വരെ അപ്പനെ ഞാൻ കാത്തു. അതിൻ്റെ ഗുണം എൻ്റെ മക്കൾ നാളെ അനുഭവിച്ചോളും. അപ്പോൾ ഇങ്ങനെ നോക്കുന്നവരും ഉണ്ട്. ഇതിനെ വെറുപ്പോടുകൂടി ഇതൊന്നും തീർന്നു കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന മക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ ആരോഗ്യമുള്ളത് വരെ മക്കൾ മാതാപിതാക്കളോട് ദേഷ്യപ്പെടും, അനുസരണക്കേട് കാണിക്കും, അവരെ ചീത്ത വിളിക്കും. ഇത്തരത്തിലുള്ള പാപങ്ങളാണെങ്കിൽ അവരോട് നന്ദികേട് കാണിക്കുമെങ്കിൽ അവർ ആ ജനറേഷനിൽ അങ്ങനെയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിലുള്ള പാപത്തിന് വ്യത്യാസമുണ്ട്. ഈ ജനറേഷനിലുള്ള പാപത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അമ്മയുടെ ന്യൂഡ് ഫോട്ടോസ് എടുത്തിട്ട് നെറ്റിലിട്ട മക്കളെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം പെറ്റ തള്ളയുടെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതുമുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ച്, ജനറേഷൻ മാറുന്ന അനുസരിച്ച് പാപത്തിൻ്റെ തീവ്രതയിൽ മാറ്റമുണ്ട്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ മാതാപിതാക്കൾ ഒരുവിധം ഏജ്ഡായാൽ പിന്നെ അവരടുത്ത വഴി നോക്കുക, സ്വത്ത് വീതിക്കാനായിട്ടുള്ള പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ മാതാപിതാക്കൾക്കെതിരെ വരുന്ന പാപം ഈ സ്വത്തുമായിട്ട് റിലേറ്റഡാണ്. അവിടെ അനുസരണമില്ല, മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്, ദൈവം നിനക്ക് ഉദരഫലം അനുഗ്രഹമായിട്ടും മക്കൾ ദാനമായിട്ടും തന്നു. നിൻ്റെ ഉദരഫലത്തിൽ ദൈവം നിനക്ക് തന്ന ദാനമായി തന്ന മക്കൾക്ക് കുഞ്ഞുനാൾ തൊട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ദൈവത്തെയും സഹനത്തെയുമാണ്. എല്ലാത്തെയും മക്കൾക്ക് കൊടുക്കരുത്. എല്ലാ സുഖവും മക്കൾക്ക് കൊടുത്താൽ അവസാനം ഈ മക്കൾ തന്തനെയും തള്ളനെയിട്ടിട്ട് ഓടും. ആ സുഖത്തിൻ്റെ അപ്പുറത്തെ സുഖം അന്വേഷിച്ചവർ പോകും. മക്കൾക്ക് സഹനങ്ങളും സഹനത്തെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും മാതാപിതാക്കൾ ക്രിയേറ്റ് ചെയ്യുന്ന സഹനത്തിലൂടെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. മാതാപിതാക്കൾ മക്കൾക്കൊരു സഹനം ക്രിയേറ്റ് ചെയ്യണം. ഒരു നാടകമാണ് ശരിക്കും അത്. ആ ക്രിയേറ്റ് ചെയ്ത് ഇവർ പ്രാർത്ഥിച്ച് അതിനെ ഓവർകം ചെയ്ത് ഇവർ പ്രാർത്ഥിച്ച് നേടി ആ സഹനത്തെ മാറ്റി എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രിക്കാന കോഴ്സ് ഉണ്ട്, ഈ എന്താ പറയുക, കല്യാണത്തിന് മുമ്പുള്ള വിവാഹ ഒരുക്ക കോഴ്സിൽ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കും.
അപ്പോൾ ഈ ക്ലാസ്സിൽ ഈശോ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, മക്കളെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഈ മക്കൾക്ക് ഒരു കഷ്ടത, അവരെ കൊണ്ട് താങ്ങാവുന്ന ഒരു കഷ്ടത ഈ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കും. ഈ മക്കൾക്ക് കൊടുത്തിട്ട് അതിനെതിരെ പ്രാർത്ഥിച്ച് നേടാൻ ഇവർക്ക് പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കും. ഈ കഷ്ടത കൊടുത്ത മാതാപിതാക്കൾ തന്നെയാണ് പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തിട്ട് ഈ മക്കൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ കുഞ്ഞ് നാളിലിരുന്ന് പ്രാർത്ഥിച്ച് പതുക്കെ ഈ മാതാപിതാക്കൾ തന്നെ ഈ കഷ്ടത പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്ത് ഇവരത് ഓവർകം ചെയ്ത് പുറത്തു വരുന്ന ഫീൽ ഈ മക്കൾക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനമുണ്ട്. നീ പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ ഈശോ നിൻ്റെ ഈ കഷ്ടതയിൽ നിന്നെ വിടുവിച്ചു. ഈ കുഞ്ഞ് വലുതായി വരുമ്പോഴും അതിനറിയാം എങ്ങനെ ജീവിക്കണമെന്നുള്ളത്, കഷ്ടതയെ എങ്ങനെ നേരിടണമെന്നുള്ളത് ഈ കുഞ്ഞിനറിയാം. ഈ മക്കൾ പഠിക്കുമ്പോഴും ഈ മാതാപിതാക്കൾ കൊടുക്കുന്നത് സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് കൊടുത്തിട്ടല്ല മക്കളെ പഠിപ്പിക്കുന്നത്. നിനക്ക് ഒരു മാസം ഇത്ര ഫീസ് അടക്കണമെങ്കിൽ നീ ഇത്ര പേർക്ക് ട്യൂഷൻ എടുത്ത് ആ ഫീസ് കണ്ടെത്തണം, ഇത് ചെയ്യിപ്പിക്കും, നീ ഇന്നത് ചെയ്ത് ഈ ഫീസ് കണ്ടെത്തണം. അവരെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിക്കും. ഇങ്ങനെ നിൽക്കും, പുറകിലുണ്ട്. പക്ഷെ എപ്പോഴും സ്വന്തമായിട്ട് അധ്വാനിക്കാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. അതല്ലെങ്കിൽ മക്കൾക്ക് നിങ്ങൾ ഭാരമായിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് കുറ്റക്കാർ, നമ്മളല്ലേ വളർത്തിയത്, മോശം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അത് തിരിച്ച് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തരുന്ന ക്ലാസ് അല്ല, മറിച്ച് പാപത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്തരത്തിൽ മാതാപിതാക്കൾക്കെതിരെ ഏതെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, വിഷം കൊടുത്തതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വേറെയുണ്ട്. അപ്പനും അമ്മയ്ക്ക് വിഷം കൊടുപ്പൊക്കെ ഉണ്ട്. അമ്മ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അമ്മ അതെടുത്തിട്ട് പൂച്ചക്ക് ഇട്ട് കൊടുത്തു, അറിയാതെ പൂച്ച കത്ത് കിടക്കുക. ചെന്ന് നോക്കിയപ്പോൾ മോള് കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം പൂച്ചക്ക് ഇട്ട് കൊടുത്തപ്പോൾ പൂച്ച കത്തു. അമ്മ വന്നിട്ട് എന്നെ കാണാൻ വന്നിട്ട് പറയും, എൻ്റെ മോൾ എന്നെ കൊല്ലാൻ തന്നതല്ലല്ലോ അല്ലേ ബ്രദറെ, കൊല്ലാൻ കൊടുത്താൽ. പക്ഷെ എനിക്ക് അമ്മയോട് പറയാൻ പറ്റുമോ? എറണാകുളത്താണ്. അപ്പം ഇതുകൊണ്ട് അപ്പം നമ്മൾ മാതാപിതാക്കൾക്കെതിരെ എന്തിൻ്റെയെങ്കിലും പേരിൽ അവർ ചെയ്തതിനാണല്ലോ ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പേരിലോ, അവർ മര്യാദക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ ആയാനേ എന്നുള്ള പേരിലോ, എന്തിൻ്റെ പേരിലാണെങ്കിലും മാതാപിതാക്കൾക്കെതിരെ നിങ്ങളുടെ നാവും കരങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും വിപരീതമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റു പറയണേ. അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നാവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പാപകാരണം അല്ലെങ്കിൽ കണ്ണുനീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൂലം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൂലം ആരെങ്കിലുമൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മൂലം ആരെങ്കിലും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് പറയണത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള പാപമാണ്, കൊലപാതകമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ നാവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ സംസാരം അളന്ന് മുറിച്ച് മാത്രം പുറത്തു വരിക. നിങ്ങളുടെ സംസാരം ഒരാളെ മുറിപ്പെടുത്താൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് മാപ്പ് ചോദിക്കണം. അതൊരു വ്യക്തിത്വമാണ്. മാപ്പ് പറയുന്നത് ദൈവം തന്നൊരു വ്യക്തിത്വമാണ്, അത് കീപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സംസാരം മൂലം ആരെങ്കിലുമൊക്കെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരം മൂലം ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിലൊക്കെ കർത്താവിൻ്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംസാരം ആരുടെയെങ്കിലൊക്കെ കുടുംബം തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തെ മൊത്തം കൊന്നു കളഞ്ഞതിന് ഈക്വലായിട്ടുള്ള പാപമാണ്. നിങ്ങളുടെ സംസാരം മൂലം ഏതെങ്കിലും ദമ്പതികൾ പിണക്കത്തിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആ ദമ്പതികളിലുള്ള ദാമ്പത്യത്തെയാണ് നിങ്ങൾ കൊന്നിട്ടിരിക്കുന്നത്. അത് കൂദാശകൾക്കെതിരെ വരുന്ന പാപമാണ്. അതുകൊണ്ട് അതിന് കാഠിന്യം കൂടും. നിൻ്റെ കുടുംബത്തിൽ നിന്ന് കഷ്ടത ഉയരത്തില്ല. നീയും നിൻ്റെ ഭർത്താവും നീയും നിൻ്റെ ഭാര്യയും തമ്മിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിലിങ്ങനെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ മറ്റു ദമ്പതികളെ തരം താഴ്ത്തി കാണിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ദാമ്പത്യത്തെ കൊല്ലുന്ന പാപമാണ്. അതും പറയാൻ പാടില്ല. നിങ്ങളിലുള്ളത് നിങ്ങൾക്കുള്ളതാണ്, കൊട്ടിഘോഷിക്കാനുള്ളതല്ല. നീ ഭാര്യയും നീ ഭർത്താവുമാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ നന്മയും തിന്മയും കലഹവും എന്തുണ്ടോ അത് അവിടെ ഒതുങ്ങണം. മൂന്നാമതൊരു പേഴ്സൺ അറിയാൻ പാടില്ല. കാരണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ മറ്റൊരാൾ കടന്നു വരാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതെല്ലാം കൊലപാതകങ്ങളാണ് പ്രിയപ്പെട്ടവരെ. 5-ാമത്തെ കൽപ്പനയിൽ വരുന്ന കൊലപാതകം എന്ന് പറയുന്ന പാപമാണ്. അതുകൊണ്ട് നമ്മളെ നാവ് ആർക്കെങ്കിലും വിനയായിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നു, ഒന്ന് ആത്മശോധന ചെയ്യും. ഞാൻ പാപത്തിൻ്റെ മൊത്തം എടുക്കുന്നില്ല, സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ പാപത്തിൻ്റെ ക്ലാസ് ഒന്ന് ഓടിച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ.
ക്ലിയർ ആയിട്ട് എടുക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കണം. പക്ഷെ അത് നമുക്ക് പറ്റില്ല. നിങ്ങൾ എഴുതി നിങ്ങളുടെ കൈ കഴയ്ക്കും. അതുപോലെ പറയാനായിട്ടുള്ള പാപങ്ങൾ നമ്മളുണ്ട്. പക്ഷെ നമ്മൾ മറന്നു കിടക്കുന്നതാണ് പലതും. അപ്പോൾ നമുക്ക് പാപത്തിൻ്റെ മാത്രം ഒരു ധ്യാനം എടുക്കാം. നല്ല അടിപൊളി ധ്യാനമായിരിക്കും അത്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് നോട്ട് ചെയ്യാനുണ്ടാവും. നമ്മൾ പലതും വിചാരിച്ചതൊക്കെ പാപമാണെന്ന് പിന്നേ മനസ്സിലാവുള്ളൂ. കൂദാശകളിലൂടെ ഞാൻ പറഞ്ഞില്ലേ, പാപം എന്തിനെതിരെ ചെയ്യുന്നോ അതനുസരിച്ച് അതിൻ്റെ കാഠിന്യം മാറും. ഒരു ദമ്പതികൾ ജീവിക്കുക, ഈ ദമ്പതികൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിൻ്റെ ഒരു സംസാരം കൊണ്ട് അവരുടെ ദാമ്പത്യം തകർന്നു. അപ്പോൾ നീ ചെയ്ത പാപം, വിവാഹം എന്ന് പറയുന്ന കൂദാശക്കെതിരെയായി. കൂദാശ ക്രിസ്തുവിനെതിരായിട്ടുള്ള പാപത്തിൻ്റെ ലിസ്റ്റിൽ വന്നു. നീ അതൊന്നും ചിന്തിച്ചിട്ടില്ല. നിൻ്റെ ഒരു സംസാരം മാത്രം, നിൻ്റെ ഒരു സംസാരം ഒരു വ്യക്തിയെ കത്തോലിക്ക വിശ്വാസത്തിന് താഴെ ഇറക്കി. ജ്ഞാനസ്നാനം മൂലം അവൻ സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസത്തിനെതിരായ കൂദാശക്കെതിരായിട്ടുള്ള പാപമാണ് നീ ചെയ്തത്. പാപത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ കൂദാശകൾക്കെതിരായിട്ടുള്ളൊരു പാപത്തിൻ്റെ ക്ലാസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ നമ്മൾ പാപം ചെയ്തു പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ പാപം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. തഴക്കദോഷങ്ങൾ കിടക്കും. അങ്ങനെയുള്ള പാപങ്ങളുടെ 5ാമത്തെ കൽപ്പന കൊലപാതകം എന്ന് പറയുന്ന ലിസ്റ്റിൽ ഒരുവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിനക്ക് കൊന്നുകളയാൻ പറ്റും, അവൻ്റെ വിവാഹ ജീവിതത്തെ നിനക്ക് കൊല്ലാൻ പറ്റും, അവനെ തന്നെ കൊല്ലാൻ പറ്റും, അവൻ്റെ സ്വസ്ഥതയെ കൊല്ലാൻ പറ്റും, അവൻ്റെ സമ്പത്തിനെ കൊല്ലാൻ പറ്റും. ഇങ്ങനെ നിൻ്റെ സംസാരം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും മേഖല തകരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്ന് ആത്മഹത്യ പ്രവണത. ഞാൻ തന്നെ സ്വയം തീരുമാനമെടുക്കുക. മതിയായി, ഇനി എനിക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിദ്ര പ്രാപിക്കേണ്ടത് കർത്താവിൽ നിദ്ര പ്രാപിക്കണം. നമ്മൾ മരിച്ചാൽ എൻ്റെ ആത്മാവ് ഈശോ പറഞ്ഞ പോലെ പിതാവേ അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ ആയുസ്സെത്തി മരിക്കണം. അതുകൊണ്ടാണ് 102:24 സങ്കീർത്തനം പറയുന്നത്, വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ തമ്പുരാനെ എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുത്. 102 സങ്കീർത്തനം 24 വാക്യം. അപ്പോൾ നമ്മൾക്ക് ആയുസ് തന്നവൻ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ, ഭൂമിയിലേക്ക് വന്ന ബർത്ത് ഡേറ്റ് തന്നപ്പോൾ എൻ്റെ ഡെത്ത് ഡേറ്റും എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണ തീയതിയുണ്ട്. ആ ഡേറ്റ് വരെ ഞാൻ ഓടിയെത്തണം. എത്തിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നിനക്കല്ല, നിൻ്റെ തലമുറകൾ അതിൻ്റെ ദുരിതം പേറേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആത്മഹത്യാ പ്രവണത, എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ മരിക്കാം, നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ചത്ത് കളയുന്നതാണ് ഇതിലും ഭേദം എന്ന് നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഒരിക്കലും ദൈവാത്മാവല്ല. അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ അരൂപിയെ നീ തിരിച്ചറിയണം. അത് നമ്മൾ കേരളത്തിൽ നിങ്ങൾ മൊത്തം എടുത്ത് ആത്മഹത്യാ നിരക്ക് നോക്കിയാൽ അതിൽ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. ഏറ്റവും കുറവ് മുസ്ലിംസാണ്. 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ അവരിൽ, അതും ഉണ്ടാവില്ല. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആത്മഹത്യയുടെ റേറ്റ് കൂടുതലാണ്. ആത്മഹത്യയുടെ ചെയ്ത ക്രിസ്ത്യൻസിൻ്റെ എണ്ണം ഒത്തിരിയാണ് കേരളത്തിൽ. കാരണം അവന് ദൈവത്തിൽ പ്രത്യാശ കൊടുക്കാൻ ശുശ്രൂഷകർ പരാജയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷകർ. അതുകൊണ്ട് തന്നെ ഒരു കഷ്ടത വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഒരു മരണത്തിൽ ആശ്രയിച്ച് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക, ചാപ്റ്റർ ക്ലോസ് ചെയ്യാനാണ് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് പേഴ്സണാലിറ്റി. അതാണ് ദൈവം തന്നിരിക്കുന്ന ആത്മീയ വ്യക്തിത്വം. അവിടെ ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ എന്നിൽ രൂപപ്പെട്ട ആത്മഹത്യ പ്രവണത എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപമാണ്. കൊലപാതകം തന്നെയാണ്. എൻ്റെ ആത്മാവിനെതിരെ ഞാൻ ചിന്തിക്കുക. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ദൈവം നിശ്ചയിച്ച ഡേറ്റിൽ ദൈവം എടുത്തോളും. നിങ്ങളതിനു വേണ്ടി ധൃതി പിടിക്കേണ്ട. കർത്താവ് നിശ്ചയിച്ച ഡേറ്റ് ഉണ്ടോ, ആ ഡേറ്റിൽ അവൻ വന്ന് മാലാഖമാരോട് കൂടെ വന്ന് നിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയിക്കോളും. അത് മതി. അതാകുമ്പോൾ ഏറ്റവും നല്ല സ്വീകരണം അവിടെ കിട്ടും. നല്ല അകമ്പടിയോടുകൂടെ നിന്നെ കൊണ്ടുപോയിക്കോളും. എന്ത് രസം അത് കാണാൻ, നല്ല ഭംഗിയാണ്. മരിക്കുന്നത് നോക്കി നിൽക്കണം, അപ്പോൾ കാണാം. സ്പിരിച്വലി നോക്കി നിൽക്കുമ്പോൾ കാണാം. എടുത്തുകൊണ്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ട്. നല്ല രസമാണ് ആത്മാവിനെ കൊണ്ട് പോകുന്ന കാണാനായിട്ട്. അപ്പോൾ അത് ആ അകമ്പടിയോടുകൂടെ തന്നെ പോകണം. സാധാരണ ഇട്ട് കൊടുക്കണ എന്തിനാ, സൂയിസൈഡ് ചെയ്ത് കൊന്നു കൊല വിളിച്ചൊക്കെ. അതുകൊണ്ട് അതും പാടില്ല. മറ്റൊന്ന്, നമ്മൾ ഏതെങ്കിലും ബിസിനസ് നടത്തുക, ഹോട്ടൽ ബിസിനസ്, ചില ഭക്ഷ്യവസ്തുക്കളുടെ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ ഇതിനകത്തുകൂടെ മായം കലർത്തും. ഡേറ്റ് കഴിഞ്ഞത് ഭക്ഷണം വിളമ്പുക.
ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം കൊടുക്കുക, മായം കൂടുതലുള്ള, കെമിക്കൽസ് കൂടുതലുള്ള ഫുഡ്സ് നമ്മൾ കൊടുത്തു, അത് മറ്റൊരാൾക്ക് രോഗമായി, രോഗം ക്യാൻസറായി, ക്യാൻസർ മരണത്തിൽ കലാശിച്ചെങ്കിൽ നിന്റെ പേരിൽ വരുന്ന കൊലപാതകത്തിൻ്റെ എണ്ണം ഒത്തിരി ഉണ്ടാവും. അപ്പം നീ കൊടുക്കുന്നതിലെല്ലാം വിശുദ്ധി ഉണ്ടാവണം, ദൈവത്വം ഉണ്ടാവണം. നീ ഒരു ബിസിനസ്സിൽ ഒരു 10 രൂപ ലാഭം കിട്ടാൻ നീ എന്ത് കലർത്തിയോ അത് മറ്റൊരുവന് രോഗകാരണമായി അവൻ്റെ ഏതെങ്കിലും ഒരു ഓർഗൻ നീ മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു കൊലപാതകം തന്നെയാണ്. ആ ഒരു ഓർഗണിനെ നീ കൊന്നു, ശരീരത്തിനകത്തുള്ള നീ കൊന്നത് തന്നെയാണ്, നീ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ദൈവീക സ്വഭാവം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ചെയ്താലും അതിനകത്ത് ദൈവീക സ്വഭാവം ഉണ്ടാകണം. ഒരിക്കൽ ഒരു പുട്ടുപൊടി കമ്പനി, അത്യാവശ്യം നല്ല പേര് കേട്ട കമ്പനിയാണ്, നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ കേട്ടോ. അപ്പോൾ ഈ കമ്പനിയിൽ പൊടി വിട്ടു പോകുന്നില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്റ്റീം പുട്ടുപൊടിയാണ്, നമുക്കറിയാം സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്, അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സോഫ്റ്റായി പോകുന്നൊരു പുട്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ഇങ്ങനെ കാണിച്ചു തരിക. ഞാനിങ്ങനെ നോക്കിയിരിക്കുക, എൻ്റെ കംപ്ലീറ്റ് പൊടി ഇങ്ങനെ അരി വന്ന് വീണ് അതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ഒരു പൈപ്പിലൂടെ ഇതിങ്ങനെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം ഒരു ഗ്ലാസ് ട്യൂബിനകത്തൊരു ഡ്രോപ്പ്, പിന്നെ ഒരു ഡ്രോപ്പ്, ഒരു 6 സെക്കൻഡിനടക്കം ഒരു ഡ്രോപ്പ്, 6 സെക്കൻഡ് ഈ ഡ്രോപ്പ്. അപ്പോൾ അപ്പോൾ ഇത് ഇവിടം വരെ എത്തി, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇവിടം വരെ എത്തി. അപ്പോൾ ഈശോ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇതെന്താ? ഇത് ഈ പൊടി ഇത്ര ദിവസം വരെ ചീത്തയാകാതെ ഇരിക്കണം, അതിനുള്ള സംഭവം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് കെമിക്കലാ? അത് കെമിക്കലാ, അത് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അളവിൽ നിക്ഷേപിച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് മറ്റൊരു രോഗകാരണോ? കർത്താവ് പറഞ്ഞു അതെടുത്ത് മാറ്റാമെന്ന്. അപ്പോൾ പിന്നെ ഈശോയുടെ ഹിതം എന്താ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എങ്ങനെയാ? ഞാൻ പുട്ടുപൊടി മാത്രം പൊടിച്ചു കൊടുത്താൽ മതി, അത് സമയാസമയങ്ങളിൽ വിറ്റ് തീരാൻ കർത്താവിൽ ആശ്രയിക്കുക. സമയാസമയങ്ങളിൽ വിറ്റ് തീരാത്തതിനല്ലേ കെമിക്കൽ ഇട്ട് അതിന് ഡേറ്റ് നീട്ടേണ്ട ആവശ്യമുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വം മാറിയപ്പോൾ അത് ബിസിനസ്സിൽ കാരണമായി. ഇത് മാറ്റണം, അത് ദൈവഹിതമല്ല. അവിടെ ആ മൊത്തം കമ്പനിയിൽ പ്രവർത്തിക്കുന്ന അന്ധകാരം ഈ ഒരൊറ്റ ഡ്രോപ്പില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പുട്ട് തിന്നവരൊന്നും ഹല്ലേലൂയ പറയുന്നില്ലല്ലോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പറ, തിന്നു കൂട്ടിയതൊക്കെ ഇതിങ്ങനെയുള്ളതൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെ ഇങ്ങനെയുള്ള കമ്പനികൾ ഒരിടക്ക് സ്ഥിരം വിളിക്കുമായിരുന്നു, ഇപ്പം ഇല്ലാട്ടെ, ഇപ്പം ശുശ്രൂഷകൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ഒരു നമ്മൾ മല്ലി പൊടിക്കുന്നതിൽ ചെന്നപ്പോൾ അതിനകത്ത് മല്ലിയുടെ ബോളില്ല, അതിൻ്റെ തൊണ്ട് മാത്രം ഇട്ടാൽ പൊടിക്കണേ. അതിനകത്ത് വേറൊരു സംഭവം, ഒരു മരത്തിൻ്റെ ഒരു തോലും കൂടെ മിക്സ് ചെയ്ത് മല്ലിപ്പൊടിയിൽ മിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞാൽ ബിസിനസ് കുറവാണ്, ബിസിനസ് കുറവാണ്. മല്ലിപ്പൊടിയുടെ കളറുള്ളൊരു മരത്തിൻ്റെ തോലുണ്ട്, മല്ലിയുടെ തൊണ്ടിനകത്ത് ഈ തോലും കൂടി ഇട്ട് പൊടിച്ചാൽ ചീത്തയാവത്തില്ല. അതാണ് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടികൾ. എല്ലാം അല്ല കേട്ടോ, ഞാൻ പോയത് മാത്രമേ ഉള്ളൂ, അത് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. അപ്പോൾ അതിനകത്തെല്ലാം രൂപി പ്രവർത്തിക്കുന്നത് എൻ്റെ ഈ ഒരു ബിസിനസ് മെച്ചപ്പെടുത്താൻ ഞാൻ എന്ത് ആഡ് ചെയ്ത് ബിസിനസ്സിൽ ലാഭമുണ്ടാക്കി അത് ആരുടെ ശരീരത്തെ നശിപ്പിച്ചോ നീ 5-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ് നീ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ്. ചെയ്യരുത്, ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തികളിലൂടെ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ മൂലം ഒരാളുടെ ആരോഗ്യം നശിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാമത്തേത് വ്യഭിചാരം ചെയ്യരുത്. ഇതിൽ ദാമ്പത്യ ധർമ്മത്തിന് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ലൈംഗിക അവയവങ്ങൾ ശരീരത്തിലും അതിലേക്ക് നമ്മൾക്ക് പ്രേരണ തരുന്ന മനസ്സും അതിലേക്ക് നമ്മളെ നയിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ ചിന്ത, ഇത് 3ഉം കണക്റ്റഡാണ്.
നമ്മുടെ 6ാമത്തെ കൽപ്പനയിൽ. അപ്പോൾ അതിലേക്ക് എന്നെ നയിക്കുമ്പോൾ, ആ പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന അരൂപി, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം, ഇതെന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ഞാൻ ഈ പാപം ചെയ്ത് 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 എൻ്റെ ശരീരം പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോവാം. അത് ഞാൻ ഡയറക്റ്റ് ഒരു സ്ത്രീയോടൊത്ത് പുരുഷനോടൊത്ത് വ്യഭിചാരം ചെയ്യുമ്പോൾ മാത്രമല്ല, ഞാൻ ചെയ്യുന്ന സ്വയംഭോഗത്തിൽ, ഞാനൊരു വീഡിയോസിൽ, എന്താ പറയുക, വീഡിയോ കോളിങ്ങിൽ എന്ന് വേണ്ട, അത് ഏത് പാപാവസ്ഥയിലൂടെ ഞാൻ പോയി ആ പാപം ചെയ്യുന്നുവോ, ഈ പാപം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാം. എൻ്റെ വീട്ടിൽ മൊത്തം ഈ സ്പിരിറ്റായി. ഈ പാപം ഞാൻ എൻ്റെ ഓഫീസിൽ ഇരുന്ന് ചെയ്യാം. ഓഫീസിൽ മൊത്തം ഈ സ്പിരിറ്റായി. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന സമ്പത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കും. ആ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ആ വീട് പിന്നെ അവിടെ താമസിക്കാൻ പറ്റില്ല. വീട്ടിൽ കയറുമ്പോഴേ അസ്വസ്ഥതകൾ, ആ വീട്ടിൽ കയറുമ്പോൾ മൊത്തം തകർച്ച, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, വേദനകൾ, കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിടിച്ചുടച്ചിട്ട പോലത്തെ ഒരവസ്ഥകൾ ഒക്കെ വരുന്ന ഒരു തിന്മയുടെ സ്വാധീനമുണ്ട്. ഇങ്ങനെ പല തരത്തിൽ ഈ അരൂപി നമ്മളിൽ സ്വാധീനം ചെലുത്തും. അതൊരു തരം, ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ അതിൻ്റെ മറ്റൊരു തലമാണ് നമ്മുടെ ഡ്രസ് കോഡ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വേഷം ധരിക്കൽ. എൻ്റെ വേഷം കണ്ട് എന്നെ ഒരാൾ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ ഞാൻ എക്സ്പോസ് ചെയ്യുക, ഞാൻ മറച്ച് വെക്കേണ്ടതിനെ തുറന്ന് കാണിക്കുന്ന രീതിയിൽ എൻ്റെ വേഷത്തിലൂടെ മറ്റുള്ളവരുടെ ദൃഷ്ടി എൻ്റെ മേൽ പതിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തിൽ കാണിച്ചിരിക്കുന്ന ചേഷ്ടകളിലൂടെ ഒരാൾ എന്നെ ആസക്തിയോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് പാപം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ പാപത്തിൻ്റെ മേഖലകളും നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ആ വിശുദ്ധ കുമ്പസാരത്തിൽ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ അതിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ മേഖലകളുണ്ട്. ഞാൻ പറഞ്ഞു, പോണോഗ്രഫി, ചീത്ത വീഡിയോസ് ഇരുന്ന് കാണുക, അതുപോലെ തന്നെ അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ചെയ്യുമ്പോൾ, അത് ഫോണിലൂടെ അല്ലാതെ സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു പാപത്തിൻ്റെ മേഖലയിൽ തുടരാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രമാണ ലംഘനങ്ങൾ, വശീകരണത്തിൻ്റെതായിട്ടുള്ള ചില ലംഘനങ്ങളുടെ കെട്ടുകൾ അതിനകത്ത് വരും. ആ രീതിയിൽ ആഭിചാരം, മന്ത്രവാദം പോലെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചില ക്രിസ്തീയ വ്യക്തികളുണ്ട്, എൻ്റെ അടുത്ത് വന്നതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പേഴ്സിലും അരയിലും തലയിലും ഒക്കെ ഓരോന്ന് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അത് ജപിച്ച് ഓതിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കാണുമ്പോൾ കാണുന്നവർക്കെല്ലാം ഈ വ്യക്തിയോട് താല്പര്യം തോന്നുന്ന തരത്തിലുള്ള ഒരു അരൂപി പ്രവർത്തിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന ക്രിസ്തീയ മക്കൾ ഒത്തിരി പേര് ചില സ്ഥലങ്ങളിൽ നടക്കുന്ന മിനിസ്ട്രികളിലൊക്കെ ഇതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് വന്ന അസുഖങ്ങൾ വിട്ടുമാറാനായിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചപ്പോൾ കാരണമായിട്ട് ഈ അരൂപി ശരീരത്തിലും കുടുംബത്തിലും ആയിരിക്കുന്ന അവസ്ഥകളിലൊക്കെ നിലനിൽക്കും. അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ വീണ്ടും പറയാനാണെങ്കിൽ, പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇടുന്ന രീതികൾ, ഡ്രസ്സിൻ്റെ ബ്രാൻഡ്, കഴിയുന്നതും നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കി സാധാരണ ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സ് സാധാരണ ഇടാവുന്നത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒത്തിരി ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു സംഭവമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ അരൂപിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒത്തിരി നല്ല ബ്രാൻഡ് അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നൊരു സംഭവമുണ്ട്. അതും അതിനോട് കൂടെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നല്ല ക്വാളിറ്റി പോകരുത്. അത് ചീത്തയാകുമ്പോൾ നിങ്ങൾ വേറെ മേടിച്ചാൽ മതി. അങ്ങനെയുള്ളത്, അത് സ്പെക്സ് ആണെങ്കിലും നമ്മുടെ ശരീരവുമായിട്ട് ചേർന്ന് കിടക്കുന്നത് എന്തും, കണ്ണട, നമ്മളിടുന്ന ഗോൾഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, നമ്മുടെ ഫോൺ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം. പ്രത്യേകിച്ച് വാച്ച്, അതിൻ്റെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതിലൊന്നും ഈവിൾ സ്പിരിറ്റിൻ്റെ അരൂപി ഉണ്ടാകരുത്. അത് നിൻ്റെ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാനുള്ള പ്രേരണ തരുന്ന ചില അരൂപികളായിരിക്കും അതിനകത്തുള്ളത്. അതിലൂടെ ചില പാപങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ നിനക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് ചില ബ്രാൻഡ്സ് പറ്റില്ല, ഒഴിവാക്കാം. പബ്ലിക്കലി പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാത്തതാണ്. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ കുറേ നമുക്ക് ശരീരത്തിൻ്റെ അസുഖങ്ങൾ ഒരു 80% മാറ്റാൻ പറ്റും. സാധാരണ കടകളിൽ നിന്ന് സാധാരണ സംഭവങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. 1-ാം പ്രമാണത്തിൻ്റെ ലിസ്റ്റിൽ വരുന്ന മറ്റൊന്നുണ്ട്, ഹലാൽ ഫുഡ് ഒഴിവാക്കുക. മറ്റുള്ളവർ കാറി തുപ്പിയത് എന്തിനാണ് നീ തിന്നണത്?
വേറെ പണിയില്ലേ നിനക്ക്? ഹലാൽ ഫുഡ് വേറെ പണിയില്ല. അവർ കാറി തൊപ്പി ചീറ്റി വൃത്തികേടാക്കിയിട്ടിരിക്കുന്ന സാധനം വാരിക്കോരി വെട്ടി വിഴുങ്ങാൻ ക്രിസ്ത്യാനി ചെന്നിരിക്കുക. അങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾ പോകാതിരിക്കുക, ബോധപൂർവം തെറ്റിലേക്ക് പോകാതിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം. അപ്പം അങ്ങനത്തെ ഫുഡുകൾ, പൂജിച്ച ഭക്ഷണങ്ങൾ, പൂജിച്ച മറ്റ് അമ്പലങ്ങളിലൊക്കെ പൂജിച്ച പ്രസാദങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള അവസ്ഥകൾ ഈ നാട്ടിലായിരിക്കുമ്പോൾ നമുക്കല്ലാതെയുള്ള ഫുഡ് കിട്ടുള്ളൂ. മറ്റ് ഗൾഫ് കൺട്രിയിലൊക്കെയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കിട്ടുന്നത് തിന്നേണ്ടി വരും. നമ്മുടെ നാട്ടിൽ പക്ഷേ അതിനുള്ള സാഹചര്യമുണ്ട്. അതില്ലെങ്കിലും നമ്മൾ പട്ടിണിയൊന്നും കിടക്കില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടാവുന്ന സാഹചര്യം അനുസരിച്ച് നമ്മളത് കഴിക്കുക. നിങ്ങളെന്തിനാ തുപ്പിയതൊക്കെ തിന്നണം? അയ്യേ സാർ, പ്രത്യേകിച്ച് ഈ കൊറോണ പോലും പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. അപ്പോഴാണ് ഈ തുപ്പിയിട്ടതൊക്കെ തിന്നാനായിട്ട് നിങ്ങൾ വായും പൊളിച്ച് ഹോട്ടലുകളുടെ പുറകിൽ പോയി നിൽക്കണം. എഴുതിയും വെച്ചിട്ടുണ്ടാവും അറബിയിൽ ഹലാലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും പോയി ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഈ കറങ്ങണ ചിക്കനൊക്കെ എൻ്റെ അകത്തേക്ക് ഈ സാധനമുണ്ട് പ്രിയപ്പെട്ടവരെ. കറങ്ങണ ഒന്നും മേടിച്ച് തിന്നരുത് കേട്ടോ, അതിനകത്തെല്ലാം ഹലാൽ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അരൂപി അവർക്ക് കുഴപ്പമില്ല, അവരുടെ ഇഷ്ടം. അവർക്ക് തുപ്പിയത് വിളമ്പ് തിന്നണേ അവർക്ക് ഇഷ്ടമായിരിക്കും. നമ്മളത് എന്തിനാണ് തിന്നണത്? നമ്മൾ അമ്മമാരെ ശീലിച്ചത്, അമ്മമാർ വെച്ച് വിളമ്പി തന്ന പ്രാർത്ഥനയോടെ ഹോളി വാട്ടർ ഇട്ട് വെച്ച് വിളമ്പി തരുന്നതേ നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ രീതി. അതങ്ങനെയുള്ള ഫുഡുകൾ ഒത്തിരി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറയുന്ന 6-ാം പ്രമാണം ലംഘിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ വരും. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അത് പാടില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പൂജിച്ചതാണ്. ആ വ്യക്തികളെ നിങ്ങൾ വെറുക്കരുത്, ശീലങ്ങൾ നമുക്ക് വേണ്ട. വ്യക്തികളെ നിങ്ങൾ സ്നേഹിച്ച് അവർക്ക് ചെയ്യാവുന്ന നന്മകളൊക്കെ നിങ്ങൾ ചെയ്യുക, അതൊക്കെ നല്ലത് തന്നെ. അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങളും നന്മകളൊക്കെ നിങ്ങൾ ചെയ്യണം. ഒരു വ്യക്തിയെയും വെറുക്കരുത്. പക്ഷേ ഒരു വ്യക്തിയുടെ ആചാരത്തെ ക്രിസ്ത്യാനി ശീലിക്കേണ്ട. ക്രിസ്ത്യാനിക്ക് ക്രിസ്തീയത മാത്രം മതി. അതാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയത മാത്രം മതി. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത് കിട്ടുമ്പോൾ അത് ബന്ധിച്ച് നിർവീര്യമാക്കാനുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് ബന്ധിച്ച് അതിനുള്ള വിഷാംശത്തെ പുറന്തള്ളാനായിട്ടുള്ള ആത്മീയ ഉണർവ്, ആത്മീയ ബലം ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് നിർവീര്യമാക്കി എന്ന് പറയുന്ന ഒരു കൃപ സ്വായത്തമാക്കിയതായിരിക്കണം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തുമ്പോൾ സെയിൻറ്റ് ബെനഡിക്റ്റ് വിളിച്ച് പ്രാർത്ഥിക്കുക ഭക്ഷണത്തിന് മുൻപ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ നിർവീര്യമാക്കി അത് നിങ്ങൾ കഴിക്കുക. നമ്മൾ 6-ാം പ്രമാണത്തിലേക്ക് വീണ്ടും വരുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വേഷം, നമ്മളായിരിക്കുന്ന അവസ്ഥകൾ, നമ്മളുടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, ഇതെല്ലാം മറ്റൊരുവൻ ഉതപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അതിലൂടെ ആരെങ്കിലും പാപത്തിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും നിങ്ങൾ പുറകെ പോകരുത്. അതിൽ ഓണാഘോഷം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചില്ലാത്തതാണ്, അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. നോമ്പുതുറ പോലുള്ള സംഭവങ്ങളിലൊന്നും നിങ്ങൾ പോയി കഴിക്കരുത്. അതിനകത്ത് അവർക്ക് ഓക്കെ, നമുക്കതില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലായിടത്തും നിങ്ങൾ പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഒരു ക്രിസ്തീയ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്കിതൊന്നും പാടില്ല. നമ്മളെ സംബന്ധിച്ച് ഏക സത്യ ദൈവമാണ്, പാതാളത്തിൽ വന്ന ദൈവമല്ല നമ്മളുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് കൊടവയറില്ല, നമ്മുടെ ദൈവത്തിന് ഉശാന്താടിയുമില്ല. അതുകൊണ്ട് വ്യക്തിത്വമുള്ള, വാതിലിൽ മുട്ടി അകത്തുണ്ടോ എന്ന് മുട്ടിക്കയറി മാന്യനായ ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്തീയ മക്കൾ ഈ പറയുന്ന കൊടവയറിൻ്റെ പുറകേക്കൊന്നും നിങ്ങൾ പോകരുത്. ബൊമ്മയുടെ പുറകെയൊന്നും നിങ്ങൾ പോകരുത്. മറ്റ് വിശ്വാസങ്ങളുടെ പുറകെ പോകരുത്. അതിന് കിടക്കാനായിട്ട് അത്തക്കളം എന്ന് പറയുന്ന പായ വിരിച്ചിട്ട് കൊടുത്ത് അതിൽ വിളിച്ച് കയറ്റി അതിനെ സ്വീകരിക്കാനായിട്ട് കേരള സാരി ഉടുത്തുകൊണ്ട് അതിൻ്റെ മുന്നിൽ പോയി നിന്ന് 1-ാം പ്രമാണം ലംഘിക്കരുത്. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ ലംഘിക്കാൻ നീ നിൻ്റെ നെറ്റിയെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ചന്ദനക്കുറി പൊട്ട് പോലുള്ള സംഭവങ്ങൾ ആ ദിവസങ്ങളിൽ നീ അണിഞ്ഞ് നിൻ്റെ വിശുദ്ധ കുരിശു വരക്കാനുള്ള ഇടത്തെ നീ മലിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനം അതിൽ നിന്നെല്ലാം പുറത്തു വരാനായിട്ട് നിങ്ങൾ വിശുദ്ധ കുമ്പസാരം നടത്തി ആ പാപത്തിൻ്റെ കടങ്ങളിൽ നിന്നൊന്നും മാറ്. കുറേ കെട്ടുകൾ അഴിയുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ബന്ധനങ്ങൾ, ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾക്ക് കർത്താവ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഏത് ദേശത്ത് നിന്നാലും ദേശത്തിൻ്റെ ആചാരങ്ങളെ നിങ്ങൾ അനുകരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പാപം
ചെയ്യരുത്. യോഗ, റൈക്കി പോലുള്ളതൊന്നും ക്രിസ്ത്യാനിക്ക് പാടില്ല. ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞതാണത്. നമ്മുടെ പരിശുദ്ധ പിതാവ് അതിനെപ്പറ്റി പറഞ്ഞതാണ്. പിന്നെ അതിനെ ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞെന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അതിൽ കാണിക്കുന്ന പോസ്റ്റേഴ്സ് മുഴുവനും ഹൈന്ദവ വിഗ്രഹങ്ങളുടെ പോസ്റ്റേഴ്സാണ്. ഞാൻ യോഗ ടീച്ചറാണ്, ഞാൻ യോഗാചാര്യയാണ്. ഞാൻ കുറേ നാളിത് പഠിപ്പിച്ചത്, എനിക്കറിയാം അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നീട് ദൈവത്തെ അറിഞ്ഞപ്പോൾ നിർത്തിയിട്ട് പിന്നെ അതിന് മുന്നേ ആയതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചത് പാപമാണ്. ആ പാപം ചെയ്യരുത്. യോഗ ഒന്നാം പ്രമാണ ലംഘനമാണ്. കാരണം അതിനകത്തുള്ള അതിനകത്തുള്ള ആസനാസ് കംപ്ലീറ്റ് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഹിന്ദു ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റേഴ്സാണ്. അതിൻ്റെ അകത്ത് ഓരോ പൊസിഷനിൽ കുറച്ച് ഇങ്ങനെ നിൽക്കുക, കുറച്ച് അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയും. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഓരോ പൊസിഷൻ പറയുമ്പോൾ സർപ്പത്തിൻ്റേത്, ഓരോ മൂർത്തികളുടേത്, ഓരോ വിഗ്രഹങ്ങളുടേത്, അനന്തശയനം പോലുള്ള പോസ്റ്റേഴ്സ്, ഇതൊക്കെ വരുന്നതെല്ലാം ഹൈന്ദവ വിശ്വാസ പ്രകാരം. ക്രിസ്ത്യാനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുക്കളെ സ്നേഹിക്കുക, ഹിന്ദുത്വത്തെ സ്നേഹിക്കേണ്ട, മുസ്ലിമിനെ സ്നേഹിക്കുക, ജിന്നിനെ വെറുക്കുക. അപ്പോൾ അവരുടെ ശീലങ്ങളെ നമ്മൾ വേണ്ട. വ്യക്തികളെ നിങ്ങൾ സ്നേഹിച്ചോ, വ്യക്തികൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ അവരുടെ ആചാരങ്ങളെ മാത്രമേ വെറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തികൾ വെറുക്കരുത്. ആചാരങ്ങൾ വെറുക്കാൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പാടില്ല പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം ക്രിസ്ത്യാനിക്കില്ല. കുച്ചിപ്പിടി എന്നാണ് ആ പിടി, അതൊന്നും നമുക്ക് പാടില്ല. അങ്ങനത്തെ സംഭവങ്ങൾ നമുക്കതൊക്കെ നമ്മളെ സംബന്ധിച്ച് അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പാപമാണ്. ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കരുത്. ഈ നടരാജ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കില്ല. കുറേ കാലുകൾ, കുറേ കൈകൾ ഒരു വിഗ്രഹത്തിന്. അത് ഡാൻസ് കളിക്കുന്ന ഫോമാണ്. അതിൻ്റെ എക്കോ വന്ന പോലെ കൈ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതുപോലെ അങ്ങനത്തെയുള്ള വിഗ്രഹങ്ങളൊന്നും വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കരുത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് മാറ്റുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്തീയ വിശ്വാസ പ്രകാരം ജീവിക്കുമ്പോൾ ആ വിശ്വാസത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രാണായാമ പോലുള്ള പ്രവൃത്തികൾ നമുക്ക് പാടില്ല. നോർമലി ഉള്ള ബ്രീത്തിങ്ങേ ക്രിസ്ത്യാനിക്ക് പാടുള്ളൂ. ഒരു മൂക്ക് അടച്ചു പിടിച്ച് മൂക്ക് ചീറ്റണ്ട. നിങ്ങൾ ശ്വസിക്കുമ്പോൾ രണ്ട് കൈയും വിട്ട് ശ്വസിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചിന്മുദ്ര, ദ്വിമുദ്ര എന്നൊക്കെ പറഞ്ഞ കുറേ മുദ്രാസുണ്ട്. അപ്പോൾ അതങ്ങനെ പിടിച്ച് നിങ്ങൾ മൂക്കിൽ ശ്വസിക്കണം. നിങ്ങൾ സാധാരണ രണ്ട് മൂക്കും എടുത്ത് ശ്വസിച്ചോ. കർത്താവ് ആ രീതിയിൽ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ചെല്ലണം. അത്രയേ ദൈവത്തിന് ഉദ്ദേശമുള്ളൂ. കാരണം ജീവശ്വാസമാണ്. അതാണ് നിൻ്റെ ഓർഗൻസിന് ബലം തരുന്നതെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തിയാൽ മതി. അത് നിനക്ക് ഒരു മൂക്കടച്ചാലും രണ്ട് മൂക്കടച്ചാലും അത് അങ്ങനെ എത്തേണ്ടടുത്ത് എത്തിക്കോളൂ. നീ വലിച്ചു കയറ്റിക്കോ. ആവശ്യത്തിന് ഈ അന്തരീക്ഷത്തിൽ ദൈവം ഓക്സിജൻ വെച്ചിട്ടുണ്ട്. അതൊരു മൂക്കടച്ചു പിടിച്ചാലും വാ തുറന്നു പിടിച്ചാലും എങ്ങനെയായാലും നിൻ്റെ അകത്തോട്ട് അത് ചാടി കയറി വന്നോളും. നീ ശ്വസിച്ചാൽ മതി. പ്രാർത്ഥനയോടുകൂടെ ശ്വസിക്കുക. ഞാൻ എടുക്കുന്ന ശ്വാസത്തിന് ദൈവത്തിന് നന്ദി പറയുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യാനി അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയിട്ട് ശ്വസിക്കേണ്ട. അത് ദൈവഹിതമല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ശരീരത്തെ നോക്കാനായിട്ട് ചില ചികിത്സാ രീതികളിലൊന്നാണ് റൈക്കി. പാടില്ല. അങ്ങനെയുള്ള പ്രാണിക് ഹീലിംഗ് പാടില്ല. ദൈവഹിത പ്രകാരം തെറ്റാണ്. ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് ഇത് ചെയ്താൽ ഇത് മാറും എന്ന് ശുശ്രൂഷയിലുള്ള ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ ആ ശുശ്രൂഷക സെൻറ്ററിൽ പോകരുത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അത്രയും അറിഞ്ഞാൽ മതി. ഇങ്ങനെ ചെയ്താൽ, ഇതും ഫോളോ ചെയ്താൽ അതിന് നല്ലതാണെന്ന് പറയുന്ന ശുശ്രൂഷകരുടെ പുറകെ, അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ പോകരുത്. അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന അരൂപി ദൈവത്തിൻ്റെ അരൂപിയല്ല. ഏത് ധ്യാന കേന്ദ്രത്തിലും നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അവരുടെ യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത്, അവരുടെ ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് അതിനകത്ത് അവരെങ്ങനെയാണ് കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ആഴത്തിൽ പഠിച്ചറിഞ്ഞിട്ട് മാത്രം ഒന്ന് പോ. അതിൽ മറ്റ് വിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെൻറ്ററുകളിലൊന്നും പോകരുത്. ആരാണെങ്കിലും പോകരുത്. അതിൽ നിന്നെല്ലാം എന്ത് കാര്യസാധ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിന് പുറകെ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ മക്കൾ പോകല്ലേ. ഒന്നാം പ്രമാണം ലംഘിക്കാൻ പഠിപ്പിക്കുന്ന ആലയങ്ങളിലൊന്നും ദൈവത്തിൻ്റെ മക്കൾ പോകരുത്. കാരണം തലമുറകളിൽ അതിൻ്റെ ശാപം കിടക്കും. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു വരാനും പറ്റില്ല. പ്രാർത്ഥനയിലൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന മക്കളെ വഴിതെറ്റിക്കാൻ സാത്താൻ അറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ, യോഗ പോലുള്ള പോസ്റ്റേഴ്സ്
അതിന് പുറകെയുള്ള സംഭവങ്ങൾക്ക് പുറകെ ഒന്നും നമ്മൾ പോകാനായിട്ട് പാടുള്ളതല്ല. അതെല്ലാം ക്രിസ്തീയ വിശ്വാസപ്രകാരം തെറ്റാണ്. അതിന് പുറകെ നമ്മൾ പോയി നമ്മളുടെ ശരീരം സാത്താൻ്റെ ഇരിപ്പിടമാക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. ദൈവഹിതമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരം. അതിനെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ നമ്മൾ ഒരിക്കലും പോകില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തെയും കുടുംബത്തെയും ജോലിയെ, ആരോഗ്യത്തെ, വ്യക്തിബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കും, തകർത്ത് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആ തരത്തിലുള്ള ആചാരങ്ങളിലേക്ക്, എക്സസൈസുകളിലേക്ക്, ആസനാസിലേക്ക് ഒന്നും നമ്മൾ പോകരുത്. ആസനാസിൻ്റെ പുറകെ ഒന്നും നമ്മൾ പോകരുത്. അത് നിനക്ക് ആരോഗ്യത്തെക്കാൾ ഉപരി ആത്മാവിനെ നഷ്ടപ്പെടുത്തും. ആരോഗ്യം തരുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ആത്മസ്ഥിതിയെ നശിപ്പിക്കാനായിട്ട് അത് ഇടവരുത്തുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനൊന്നും നിങ്ങൾ പോകാതിരിക്കുക. പിന്നെ ഈ ദേഹത്ത് നിന്ന് ഒരു കപ്പ് വെച്ചിട്ട് ബ്ലഡ് ഊറ്റിയെടുക്കുന്നൊരു, എനിക്കതിൻ്റെ പേരറിയില്ല, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഈ മുതുകത്തൊക്കെ കപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബ്ലഡ് എടുത്ത് ഇങ്ങനെ കുമ്പള പോലെ ആക്കുന്ന, അതിൻ്റെ പേരൊക്കെ പറയും. ആ ട്രീറ്റ്മെൻറ്റൊന്നും ക്രിസ്ത്യാനിക്കുള്ളതല്ല. അതിൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഒന്നും ക്രിസ്ത്യാനിക്ക് പാടില്ല. നമുക്ക് മോഡേൺ മെഡിസിൻസ് എല്ലാം എടുക്കാം. നമ്മൾ അലോപ്പതിയുടെ കീഴിൽ വരുന്ന മോഡേൺ മെഡിസിൻസ് എല്ലാം നമുക്ക് അലൗഡാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മളെ ബ്ലഡ് എടുത്തിട്ട് എന്തോ ഒരു അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഞാനത് പഠിച്ചിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും നമ്മൾക്ക് പാടില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ട എപ്പോഴും കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള രീതികൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. അവിടെ നമ്മൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകളൊന്നും നമ്മുടെ ശരീരത്തെ ഭരിക്കാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിന് പുറകെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യഭിചാര ദുർബോധത്തിൻ്റെ അരൂപി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ നമ്മൾ കാണിക്കുന്ന വൃത്തികേടുകൾ, ശരീരം മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്ന വൃത്തികേടുകളും കൂടും. ശരീരത്തിലുള്ള പച്ചകുത്തൽ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഇതുപോലെ മുഖവും ഒക്കെ വൃത്തികേടാക്കുന്ന രീതിയിൽ ആഭരണങ്ങൾ ധരിക്കുന്ന ആ ഒരു പ്രവണതകളൊക്കെ അതിന് പുറകിലുണ്ട് പ്രിയപ്പെട്ടവർ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. എന്നതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ സ്വർണത്തോടുള്ള അതിര് കവിഞ്ഞ ഭ്രമം. സ്ത്രീകളിൽ മാത്രമല്ല, അത് പുരുഷന്മാരിൽ ഒത്തിരി ഉണ്ട്. ഈ കാലഘട്ടത്തിൽ സ്വർണത്തോടുള്ള അതിര് കവിഞ്ഞ ഭ്രമമുണ്ട്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ഥലത്തൊരു ഒരു ഒരു സ്ത്രീയാണ് വന്നത്. എറണാകുളത്തുള്ളൊരു ധ്യാനകേന്ദ്രത്തിൽ വെച്ചിട്ടാണ്. എറണാകുളം ആലുവ ഭാഗത്തുള്ളൊരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്ത്രീ വന്നിട്ട് യൂട്രസിൽ ക്യാൻസറാണ്. അപ്പോൾ ഇതിങ്ങനെ വന്ന് മുന്നിലിരിക്കുന്നുണ്ട്, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അച്ഛനും ഉണ്ട്, ധ്യാനത്തിൻ്റെ ഡയറക്ടർ അച്ഛനും ഉണ്ട്, ഞാനും ഉണ്ട്. ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കിടന്ന് അലമുറയിട്ട് കരഞ്ഞ് നിലവിളിക്കുക. അവിടെ ആ ഒരു മുറി 4 മുറിയാക്കി മാറ്റാം. എന്ത് ചെയ്തിട്ടും സംഭവം വിട്ടുപോകുന്നില്ല. എന്ത് ചെയ്തിട്ടും വിട്ടുപോകുന്നില്ല. ക്യാൻസറാണ്. അവസാനിച്ച മെസ്സേജ് എന്നുള്ള കഴുത്തിൽ നിറച്ച് ഓർണമെൻറ്റ്സാണ്. കഴുത്തിൽ വലിയ നെക്ലസും കൈച്ചെയിനും വള, റിങ്, 2-3 വിരലിൽ മോതിരമൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളർ. ആ പെണ്ണിനെ കാണാനായിട്ട് മൊത്തത്തിൽ ഗോൾഡിൻ്റെ കളറാണ്. അത്രയും ആഭരണം ദേഹത്തിട്ട് ഈ പൊട്ട് കണ പോലെയാണ് വള കിടക്കണേ. അത്രയുണ്ട്. ഞാൻ ഓർത്ത് ഇതിൻ്റെ അകത്ത് പൊട്ടി ചൂടാം. അത്രയാണ്. അതുപോലെ ഇങ്ങനെ വളയിട്ടിരിക്കുക. പൊട്ട് കണ പോലെയാണ് വള കിടക്കുന്നത്. അപ്പോൾ അതും എല്ലാം ഇട്ട് ഇതിങ്ങനെ മഞ്ഞ കളർ പെണ്ണിനെ കാണാൻ. ഈശോ പറഞ്ഞത് ഇതെല്ലാം ഊരാൻ പറഞ്ഞു. കംപ്ലീറ്റ് ആഭരണങ്ങൾ ഊരി. ഇത് ഊരി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ശാന്തമായി, പക്ക നോർമലായി, ഒരു കുഴപ്പമില്ല. വീണ്ടും പറഞ്ഞ് ഇതെടുത്തിടുമ്പോൾ വീണ്ടും ഇത് വയലൻ്റായി. ഇത് ഈ ഒരു പ്രോസസ്സ് 2-3 പ്രാവശ്യം പറഞ്ഞു. ഞാനും അച്ഛനും കൂടി ഇങ്ങനെ മുഖത്തോട് പോകുന്ന നോക്കി, ഇത് എന്ത് കളിയാ അച്ഛനിത് മാറ്റി വച്ചിട്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയതാ, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതാ. അപ്പം ഇതിൻ്റെ ചരിത്രം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ ഗോൾഡ് കിട്ടിയിരിക്കുന്നത് അമ്പലങ്ങളിലും മറ്റീ സ്വർണം കൊടുക്കൂലേ, കാണിക്കയായിട്ടിടുന്ന സ്വർണത്തിൽ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഓർണമെൻറ്റ്സാണ്.
അപ്പോൾ ആ അരൂപിയോടുകൂടെയാണ് ഈ ഗോൾഡ് ഈ സ്ത്രീ അണിഞ്ഞേക്കണേ. പ്രിയപ്പെട്ടവരെ, ഏത് നിങ്ങളുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്നുവോ അതിൽ പ്രവർത്തിക്കുന്ന അരൂപിയുണ്ട്. ഒത്തിരി ശരീരത്തിൽ ഒന്നുമില്ലായിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് തുണി കൊടുക്കണേ, അതല്ല, ബാക്കി ഓർണമെൻറ്റ്സ് ആയിട്ട് ആഭരണങ്ങൾ ഏറ്റവും കുറവാണ്. ഏറ്റവും ആരോഗ്യത്തോടെ ഇരിക്കാൻ നിൻ്റെ ശരീരത്തിന് ഉപകരിക്കുകയുള്ളൂ. ഒന്നും ഉണ്ടാകരുത്, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ വെഡ്ഡിങ് റിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറ്റരുത്. ഏറ്റവും വലിയ സംരക്ഷണമാണ്. പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ വെഡ്ഡിങ് റിങ് ഒരിക്കലും കയ്യിൽ നിന്ന് മാറ്റരുത്. വെഡ്ഡിങ് റിങ് മാറ്റരുത്. അത് ദൈവം നിങ്ങൾക്ക് തരുന്ന കൂദാശയെ ബലപ്പെടുത്തും. സ്ത്രീ പുരുഷൻ തമ്മിലുള്ള കൂദാശകളെ ബലപ്പെടുത്തും, വിവാഹ ബന്ധത്തെ ബലപ്പെടുത്തും. അത് ഏറ്റവും വലിയ സംരക്ഷണമാണ്. പരിശുദ്ധ കുർബാന മധ്യേ ദൈവം തരുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ്. അത് മാറ്റരുത്. അതിൽ തന്നെ ഒരു കെട്ടുറപ്പുണ്ട്. അതല്ലാത്ത ആഭരണ ഭ്രമം നിന്നിലുണ്ടോ, അത് നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ശരീരത്തിലും വിഗ്രഹമായിട്ട് നീ പ്രതിഷ്ഠിക്കുന്നതാണ്. അത് നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വിവാഹത്തിലേക്കുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുക. അതല്ലെങ്കിൽ അത് വിറ്റ് വല്ല സ്ഥലം മേടിച്ചിട്ട് എന്നാലും കുഴപ്പമില്ല. അതല്ലാതെ ആവശ്യത്തിനുള്ളത് മതി. ഇത് കണ്ടിട്ടല്ല ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. ഇത് കൊണ്ടുവന്ന് അലമാരിയിൽ സൂക്ഷിക്കുമ്പോൾ ആ വീടും വൃത്തികേടാകുക. എന്തിനാ? അത് കൊടുത്ത് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോഴും ഇതിനെ ഈ ഒരു അരൂപിയോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഇതിനെ സൂക്ഷിച്ച് വെക്കരുത്. ഇത് കണ്ടിട്ട് ആരും നിങ്ങളായി ആ സ്ത്രീ വളരെ നല്ലതാണ്, എന്തൊരു ഭംഗിയാ എന്ന് പറയില്ല. അത് ഓർണമെന്റ്സ് തന്നെയാണ്. നീ സൃഷ്ടിച്ചപ്പോൾ നിന്റെ കണ്ണും മൂക്കും നാക്കും തൊക്കും ഒക്കെ ഉണ്ടായുള്ളൂ. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് നീ എന്തിനാ മോടി കൂട്ടാൻ നോക്കണേ പ്രിയപ്പെട്ടവരെ? അത് നിനക്ക് അരൂപിയെ വിളിച്ചു വരുത്തും. ശരീരത്തിൽ നിന്ന് രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് ആഭരണ ഭ്രമം ഉണ്ടോ, സ്പിരിറ്റ് വേറെയാണ്, രൂപി വേറെയാണ്. നിൻ്റെ ശരീരത്തിന് മോടി കൂട്ടുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ചൈതന്യമുണ്ട്. പ്രാർത്ഥിക്കുന്നത് വഴി പരിശുദ്ധാത്മാവ് തരുന്ന ചൈതന്യമാണ് ക്രിസ്ത്യാനിയുടെ മുഖത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ആഭരണമല്ല. അത്യാവശ്യം നിങ്ങൾക്കുള്ളത് മതി. ബാക്കിയുള്ളത് നിങ്ങൾ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് നിങ്ങൾ മാറ്റുക. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ആയുസ്സോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത് പാപമായിട്ട് ഏറ്റുപറയാനായിട്ടുള്ള ലിസ്റ്റല്ല ഞാൻ പറയുന്നത്, മറിച്ച് ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്കിത് സാധിക്കും. ശരീരത്തിൽ നിന്ന് രോഗത്തിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പല കടകളിലും ഒരു ഇതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു സംഭവം, അത് സ്വർണ്ണമൊന്നുമല്ല, സാധാരണ ഒരു മാലയാണ്, ഒരു എന്താ പറയുക, എനിക്ക് വെള്ളി പോലും അല്ലാത്തൊരു സ്റ്റീലിൻ്റെ പോലത്തെ ഒരു ടൈപ്പ്. ഇത് വന്നിട്ട് ഇതുപോലെ തന്നെ എനിക്ക് പെടൽ വേദനയാണെന്നും പറഞ്ഞ് വന്നിരിക്കുക. അത് നിവരുന്നില്ല, കഴുത്ത് ഇങ്ങനെ കുനിച്ച് പിടിച്ചാൽ വന്നിരിക്കുന്നത്. അപ്പോഴും ഈ മാല ഇത് എത്ര, ഇത് 15-20 രൂപയായിട്ടുള്ള ഒരു ചെയിൻ, ഇത്രയേ ഉള്ളൂ, നിസ്സാരം. ഇത് ഇട്ടിട്ട് കഴുത്ത് ഞാൻ അത് ഊരിയ മാറുമെന്ന് ഈശോ പറയുന്നുണ്ട്. അത് ഊരി കഴുത്ത് നിവർന്നു, വീണ്ടും ഇട്ട് വീണ്ടും കഴുത്ത് ഇങ്ങനെ. ഇത് വിറ്റ് പോവാൻ ഈ കടകളിൽ ചെയ്യുന്ന അഭിചാരത്തിൻ്റെ കെട്ടുകളുണ്ട്, മന്ത്രവാദത്തിൻ്റെ കെട്ടുകളുണ്ട്. ഞാൻ മേടിച്ച് വെച്ച നമ്മളുടെ ക്രിസ്ത്യാനികളുടെ കടകളിലുണ്ട്, അല്ലാത്ത കടകളിലും മേടിച്ച് വെച്ച അവരുടെ പ്രോഡക്ട്സ് വിറ്റ് പോവാൻ അവർ മറ്റു പല പ്രതിഷ്ഠകൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രൂപികളെല്ലാം ആ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിലുണ്ടാവും. ഇത് വാങ്ങി നീ ഇതിൻ്റെ ശരീരത്തിലേക്ക് ഇടുമ്പോൾ മൊത്തമാ കയറി വരുന്നത്. അതുകൊണ്ട് ശരീരം നീ ഇടുന്ന ഡ്രസ്സും അത്യാവശ്യം നിനക്ക് വേണ്ടെന്നല്ലാതെ മറ്റൊന്നും ഇടരുത്. പിന്നെ മറ്റൊന്ന്, വെന്തിങ്ങ ശരീരത്തിൽ നിന്ന് മാറ്റരുത്. പരിശുദ്ധ അമ്മ തന്ന ഏറ്റവും വലിയ ആയുധമാണ് വെന്തിങ്ങ. അത് ശരീരത്തിലുണ്ടെങ്കിൽ സാത്താൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. പക്ഷേ ഈ വെന്തിങ്ങ ഇട്ടിട്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ പാപത്തിൻ്റെ അംശം കടന്നു വരും. അത് നീ വീണ്ടും ബ്ലസ് ചെയ്യണം. ഒന്നിനെയും നിർവീര്യമാക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. ഒന്നിനെയും ദൈവം തന്ന ഭക്ത വസ്തുക്കളിൽ മാലിന്യം കടർത്തരുത്. ഹല്ലേലൂയ. ദൈവം തന്ന ഭക്ത വസ്തുക്കളിൽ മാലിന്യം കലർത്തും. നമ്മൾ ഈ ജപമാല എൻ്റെ കയ്യിലിരിക്കുക. ഞാൻ ഈ ജപമാല, എനിക്ക് പാപം ചെയ്ത കൈ കൊണ്ട് എനിക്ക് ജപമാല എടുക്കാം, പ്രാർത്ഥിച്ച കരങ്ങൾ കൊണ്ടും ജപമാല എടുക്കാം. അപ്പോൾ ജപമാലയിൽ വരുന്ന അഭിഷേകം, ജപമാലയിൽ ആ പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഭിഷേകം ഉണ്ടെങ്കിൽ എൻ്റെ പാപം കൊണ്ട്
ഈ അഴുക്ക് നിറഞ്ഞ കൈ കൊണ്ട് എൻ്റെ അമ്മയെ എന്തിനാ ഞാൻ വൃത്തികേടാക്കണം? എൻ്റെ കരങ്ങൾ വിശുദ്ധമാണെങ്കിൽ ഞാൻ എടുക്കുന്നതും വിശുദ്ധമാകില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വെന്തിങ് എന്ന് പറയുന്നതിൻ്റെ കഴുത്തെ കിടക്കുമ്പോൾ അമ്മ നമുക്ക് തന്നതിനെ ഞാൻ എന്തിനാ അതിനെ വൃത്തികേടാക്കുന്നത്? അതെനിക്ക് എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, സാത്താൻ്റെ എല്ലാ കെണികളിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നതിനെ ഞാൻ എന്തിനാ? എൻ്റെ ദേഹത്ത് ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാവുന്ന പ്രൊട്ടക്ഷനെയാണ് ഞാൻ നിഷേധിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൈകളിലും നമ്മുടെ ശരീരത്തിനുമുള്ള ഭക്ത വസ്തുക്കൾ വിശുദ്ധമാണ്. വിശുദ്ധിയോടുകൂടെ തന്നെ അതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഭക്ഷണം കഴിക്കാൻ ടൈമായി. ഹല്ലേലൂയ. ഇരിക്കാം. രണ്ടരയ്ക്ക് വിശുദ്ധ കുമ്പസാരമാണ്. അപ്പോൾ അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. അരമണിക്കൂറിൽ നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞേ 6ാമത്തെ കൽപ്പനയല്ലേ? 6ാമത്തേത് കംപ്ലീറ്റ് ചെയ്തോ? ആരോടാ ചോദിക്കണം, ആരാ പറയണേ? കംപ്ലീറ്റ് ചെയ്തു. 7ാമത്തേത് എന്താ? 7ാമത്തേത് കള്ളസാക്ഷ്യം. 7ാമത്തേത് അപ്പൊ കള്ളസാക്ഷ്യം. 7 മോഷ്ടിക്കരുത്. നമ്മളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന കൃപകൾക്ക് ഞാൻ പറഞ്ഞൊരു കണക്ഷൻ ഉള്ളത് 10 കൽപ്പനകളുമായിട്ട്. അതായത് ലഭിച്ച കൃപകളെ തീറ്റിപ്പോറ്റുവാൻ, അതായത് അതിനെ മൺപാത്രത്തിലെ നിധി കണക്കി അതിനെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, ആത്മീയ ഭോജനം അതിന് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായിട്ട് നമ്മളിൽ രൂപപ്പെടുന്ന പാപത്തിൻ്റെ മേഖലകൾ ഏത് കൽപ്പനയ്ക്ക് കീഴെ വരുന്നുവോ ആ കൽപ്പന നമ്മളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട കോയിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നഷ്ടപ്പെട്ട നാണയമാണ്. ഈ നഷ്ടപ്പെട്ട നാണയം നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ഈ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാൻ എടുക്കുന്ന തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുമ്പസാരം. വെറുക്കാതെ പാപത്തെ ഉപേക്ഷിക്കുക മാത്രം ചെയ്യുമ്പോഴാണ് പാപവും പാപ സാഹചര്യങ്ങളും നമ്മിൽ നിലനിൽക്കുന്നത്. പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ സാഹചര്യങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുന്ന പാപങ്ങളെ, ആ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ, പാപപ്രവണതകളെ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലുമായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക.